ഈ പരിപാവനമായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വർഷങ്ങളായി തുടരുന്ന ഒരു തപസ്യയാണ് ഭാഗവത തത്വ സമീക്ഷ സത്രം. ഫലേച്ഛ കൂടാതെ എല്ലാവരും ഉത്സാഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഒരു യാഗം അല്ലെങ്കിൽ യജ്ഞം നടത്തുകയാണെങ്കിൽ അതിനെയാണത്രേ സത്രം എന്ന് പറയുന്നത്. അത് സത്രമാണെങ്കിൽ ഈ ഭാഗവത തത്വ സമീക്ഷാ സത്രം യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ഒരു സത്രമാണ്. കാരണം ഇതിനു വേണ്ടി ഓടി നടക്കുന്നവര്, അതിൽ നിന്ന് ഫലം ഇച്ഛിക്കാതെ ഈശ്വര സ്മരണ മാത്രം ഉൾക്കൊണ്ട് അലൗകിക പ്രേയസ് മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ വേദിയിലേക്ക് കടന്നിരിക്കാൻ സാധിച്ചത് എൻ്റെ പൂർവജന്മ സുഹൃതമാണ് എന്നറിഞ്ഞുകൊണ്ട് ഈശ്വരനെയും നിങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് സംഘാടകരെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കാം. സമീക്ഷാ സത്രത്തിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞതാണ്. ചതുർത്ഥ സ്കന്ധത്തില്, ആ സ്കന്ധത്തിനെ തന്നെ പറയുന്നത് വിസർഗം എന്നാണ്. സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ് ചതുർത്ഥ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. ലോക സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി. കാരണം സൃഷ്ടിയുടെ നൈരന്തര്യമാണ് പ്രപഞ്ചത്തിന്റെ നൈരന്തര്യം. പ്രപഞ്ചം നിലനിൽക്കുന്നത് സൃഷ്ടിയിലൂടെയാണ്. പക്ഷെ സൃഷ്ടിക്കപ്പെടുന്നവർ നല്ലതാകാം, ചീത്തയുമാകാം. ത്രിഗുണങ്ങൾ ഇടകലർന്ന നമ്മുടെ ജീവിതത്തില് ത്രിഗുണങ്ങളുടെ സന്തുലിത രൂപം ത്രിഗുണമയിയായ പരാശക്തി മാത്രമാണ്. പക്ഷെ ആ സന്തുലനത്തിലേക്ക് എത്താൻ കഴിയുന്നവരുടെയും എത്താൻ കഴിയാത്തവരുടെയും ജീവിതങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലെ പ്രതിപാദ്യം. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അന്തസംഘർഷങ്ങളുള്ളവരാണ്. ആ അന്തസംഘർഷങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ ഭക്തിയുടെ നിർവചനങ്ങളായ ഇതിഹാസ പുരാണങ്ങളെ സമീപിക്കുന്നത് തന്നെ. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള കുമരനെല്ലൂർ എന്ന പ്രദേശത്ത് നിന്നാണ്. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് പന്നിയൂർ എന്ന് പറയുന്ന കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ പിറകിൽ ഒരു ഐതിഹ്യമുണ്ട്. കടലിൽ നിന്ന് കേരള മണ്ണിനെ വീണ്ടെടുത്ത പരശുരാമൻ അവിടം ജനവാസ യോഗ്യമാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന മൺകൂന ഇളകുന്നതായിട്ട് കാണുകയാണ്. ഇളക്കത്തില് നമുക്ക് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മണ്ണിന്റെ ഇളക്കം നിർത്തി സ്ഥിരത നൽകാൻ അദ്ദേഹം ആലോചിച്ച് കണ്ടെത്തി. ഭൂമിയെ തേടിയെടുത്ത് സ്വന്തം തേറ്റയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന യജ്ഞവരാഹമൂർത്തിയെ കേരളത്തിന്റെ ഒത്ത നടുവില്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒത്ത നടുവില് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ മണ്ണ് ഇളകാതെ നിൽക്കും. അല്ലെ, പേപ്പർ വെയിറ്റ് വെക്കുന്നത് പോലെയാണ്. അങ്ങനെ യജ്ഞവരാഹമൂർത്തിയെ കേരളത്തിന്റെ കൃത്യം മധ്യഭാഗത്തുള്ള പന്നിയൂരിലെ, പന്നിവരാഹമാണ് പന്നിയൂരിലെ, കുറ്റിപ്പുറത്തിന്റെ അടുത്ത് അനക്കരയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്, അവിടെ സ്ഥാപിച്ചു, വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതോടുകൂടി കേരളത്തിന്റെ ചാഞ്ചല്യം ഇല്ലാതായി. ഇതിന്റെ മറ്റൊരു പാഠമാണ് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളും ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും സ്തുതികളും ഭക്തിയുമൊക്കെ. പരശുരാമൻ ഒരു ഭൂവിഭാഗത്തിന്റെ ചാഞ്ചല്യം ഇല്ലാതാക്കിയെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങള്,
നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങള്, നമ്മുടെ ഭക്തിയോടുകൂടിയ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഇളക്കങ്ങളെ ഇല്ലാതെയാക്കാനാണ്. ഊയലാടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. സംഘർഷങ്ങളുണ്ട്, പീഡകളുണ്ട്, അങ്കലാപ്പുകളുണ്ട്, അവശതകളുണ്ട്, പരാധീനതകളുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ ഊയലാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ചാഞ്ചല്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനസ്സിന് സ്ഥിരതയും ആത്മവിശ്വാസവും നൽകാനാണ് ഈശ്വര സങ്കല്പവും ഭക്തി എന്ന അമൂല്യമായ പ്രതിഭാസവും നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ആചാര്യ പരമ്പരയിലൂടെ. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ഈ ശുക്രനക്ഷത്രമായ ഭാഗവതം തന്നെ കിട്ടിയിട്ടുള്ളത്. വ്യാസഭഗവാന്റെ മനസ്സിനു പോലും ശാന്തി നൽകിയ, അശാന്തിയുടെ ആരണ്യകങ്ങളിൽ നിന്ന് ശാന്തിയുടെ അലൗകിക തീരത്തേക്ക് വ്യാസനെ നയിച്ച ഭാഗവതം, അതും നമുക്ക് കിട്ടിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നോക്കിയാൽ നമുക്കറിയാം, അവിടെ ശാസ്ത്രമുണ്ട്, ആധ്യാത്മികതയുണ്ട്. സർവോപരി ഭാരതീയ ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് മനഃശാസ്ത്ര പഠനം വികസിച്ചത് ഭാരതത്തിലാണ് എന്നതായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ദക്ഷയാഗം മുതൽക്കുള്ള കാര്യങ്ങളിൽ മനസ്സിന്റെ സംഘർഷങ്ങളും മനഃശാസ്ത്രപരമായ വിവേചനങ്ങളുമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാൾ ഗസ്റ്റാവ് യുങ്ങും സിഗ്മണ്ട് ഫ്രോയിഡും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളില് മനഃശാസ്ത്ര പഠനത്തിന് ആമുഖമിട്ടു എന്ന് ഉദ്ഘോഷിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ഇതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാഗവതത്തില്, നമ്മുടെ ഭാരതത്തില്, നമ്മുടെ ഭഗവത്ഗീതയില് മനഃശാസ്ത്ര പഠനത്തിന്റെ ഉദാത്തമായ ഉദീരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ കഥ ദക്ഷയാഗമാണ്. എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഉറക്കത്തിലും പറയുന്ന കഥയാണ് എന്ന് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. മനുഷ്യന്റെ ആത്യന്തികമായ സ്വഭാവ വിശേഷണമാണ് അഹന്ത, അഹംബോധം. ഞാനെന്ന ഭാവം ഇല്ലാത്തവരുണ്ടാകില്ല. ഉണ്ടായിട്ട് അതിനെ കളയുന്നവരുണ്ടാകും. കളയാൻ ശ്രമിച്ച് ലക്ഷ്യത്തിലെത്തുന്നവരുണ്ടാവും, കളയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരും ഉണ്ടാകും. കളയില്ല എന്ന് വാശി പിടിക്കുന്നവരും ഉണ്ടാകും. പൂന്താനം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇനി തോന്നുന്നതാ, ഇതിലും പച്ചയ്ക്ക് എങ്ങനെയാ പറയാ? മനുഷ്യന്റെ ഭാഷയിലാണ്, പച്ചയായ മനുഷ്യന്റെ ഭാഷയില്. ഇനി തോന്നുന്നതാകിൽ അഖിലം, എല്ലാം ഞാനാണ് അല്ലേ? അത് തോന്നണം. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഈശ്വരന്റെ അംശം തന്നെയാണ് ഞാൻ. ഇത് തോന്നാത്ത ദക്ഷന്റെ കഥയാണ് ദക്ഷയാഗം എന്ന ശീർഷകത്തിലൂടെ നമ്മളുടെ മുന്നിൽ ഭാഗവതം നിവർത്തിവെക്കുന്നത്. ദക്ഷന്റെ കഥ സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കഥയെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് കുമാരസംഭവത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് വരുന്നത്. പാർവതിയുടെ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പാർവതിപ്പാട്ട് എന്ന് പറഞ്ഞ് പഴയ വീടുകളിലെ മുത്തശ്ശിമാരുടെ കയ്യിൽ ഗ്രന്ഥകെട്ടിൽ എഴുതി വെച്ച ഇന്ന് ഒരുപക്ഷെ അധികം പ്രസിദ്ധീകൃതമല്ലാത്ത കൃതികളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിലത്തെ ഒരു ശ്ലോകം എന്റെ മുത്തശ്ശി ചൊല്ലിയിരുന്നത്, ഉന്നം തന്നെ യോഗാഗ്നൗപത വെണ്ണീറാക്കിയ ദേവി സതീതാൻ മഞ്ഞിൽ പോന്നു പിറന്നിതു ഹിമവാൻ തന്നെ മകളായി ഹരശംഭോജയ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ, ഇതൊക്കെ അവിടുന്നാണ് തുടങ്ങുന്നത്. കഥ വളരെ 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 ലളിതമാണ്. പ്രജാപതിയായ ദക്ഷൻ, ബ്രഹ്മാവിന്റെ അങ്കുഷ്ടത്തിൽ നിന്ന് ഭൂജാതനായ ദക്ഷൻ. ആ ദക്ഷന് 16 പെൺകുട്ടികള്. അതിൽ അവസാനത്തെ കുട്ടിയാണ് സതി. സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഞാനിതിന്റെ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. പിന്നീട് അവിടെ ഒരു യാഗം നടക്കുന്നു. യാഗവേദിയില് എല്ലാവരും സന്നിഹിതരായപ്പോഴ് പരമാധികാരിയായ യജ്ഞത്തിന്റെ ഉടമസ്ഥനായ യജമാനനായിട്ട് ദക്ഷൻ വരുമ്പോ ബ്രഹ്മാവും ശിവനും എണീക്കുന്നില്ല. ബ്രഹ്മാവ് തന്റെ അച്ഛനാണ് എന്നറിയാവുന്നത് കൊണ്ട് ബ്രഹ്മാവ് എണീക്കാത്തത് ഇദ്ദേഹം ക്ഷമിക്കുകയാണ് ദക്ഷൻ. പക്ഷേ മകളുടെ ഭർത്താവായ ശിവൻ എണീക്കാത്തത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, കുത്തി തുളച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. എന്തുകൊണ്ടാണ് ശിവൻ എണീക്കാത്തത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നേയില്ല. ഏതായാലും മകളുടെ ഭർത്താവ് ഉപചാരം ചെയ്യാത്തതിൽ പരീക്ഷീണനായ ദക്ഷൻ ക്രോധവാനായിട്ട് അദ്ദേഹത്തെ നിന്ദിക്കുന്നു. വായിൽ കൊള്ളാവുന്ന എല്ലാ ചീത്തവാക്കുകളും ഉപയോഗിച്ച് ശ്മശാനവാസിയായ ശിവനെ
നിസ്വനായി, അന്യനായി ചിത്രീകരിച്ച് വളരെ മോശമായ രീതിയിൽ അവമാനിക്കുന്നു. ദക്ഷനെ അപമാനിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ദക്ഷൻ ശിവനെ അപമാനിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുകയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ദക്ഷനെ ആശ്രയിക്കുന്നവരായി മറ്റുള്ളവർ മാറുകയാണ്. പലപ്പോഴും നമുക്ക് രണ്ട് കാര്യം, ഒരു ഷണ്ഠ നടക്കുമ്പോൾ നന്മയുടെ കൂടെ നിൽക്കാൻ ഇടയ്ക്ക് സാധിച്ചെന്ന് വരില്ല. ഏതായാലും ദക്ഷൻ ശപിക്കാൻ പുറപ്പെടുന്നു. നന്ദികേശ്വരൻ തിരിച്ച് ദക്ഷനെ ശപിക്കുന്നു, നീ അജമുഖനായി പോകട്ടെ. അതായത് നിനക്ക് ലൗകിക ജീവിതം മാത്രം മതി, ആത്മതത്വം വേണ്ട, പശു ജീവിതമാകട്ടെ നിനക്ക്, മൃഗത്തിന്റെ ജീവിതമാകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നു. ശിവൻ ഇറങ്ങിപ്പോകുന്നു. 1000ഓളം സംവത്സരങ്ങൾ കഴിയുന്നു. വീണ്ടും ദക്ഷനൊരു യാഗം തുടങ്ങുകയാണ്, ബൃഹസ്പതി സവം എന്ന് പറയുന്ന യാഗം. അവിടെ ശിവനെയും പാർവതിയെയും വിളിക്കുന്നില്ല. യജ്ഞത്തിൽ ശ്രീരുദ്രൻ അർപ്പിക്കേണ്ട ആ ഹവിസ് അർപ്പിക്കാൻ, ശ്രീരുദ്രനുള്ള ഭാഗം പോലും, ഗണപതിക്ക് വെക്കാന്ന് പറയുന്നത് പോലെ രുദ്രനുള്ള ഭാഗം പോലും വെക്കാതെ ആ യാഗം നടത്താൻ ഒരുമ്പിടാണ്. പക്ഷേ അവിടെയാണ് സതിക്ക് ചെറിയൊരു പിഴവ് പറ്റണത്. തൻ്റെ സഹോദരിമാരും മറ്റുള്ളവരും ഒക്കെ ആടയാഭരണങ്ങളോടെ, വേഷഭൂഷാദികളോടെ, സന്തോഷത്തോടെ അച്ഛൻ്റെ യാഗോത്സവത്തിന് പോകുന്നത് കണ്ടപ്പോൾ സതിക്കൊരു മോഹം തോന്നി, എനിക്കും പോണം. ശിവൻ തടയുന്നു. പക്ഷേ ശിവൻ തടഞ്ഞിട്ട് പോലും കൂട്ടാക്കാതെ പിതൃഗൃഹത്തിലേക്ക് വന്ന സതി ദക്ഷൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അവഗണിക്കുന്നത് കൊണ്ട് അപമാനിതയായി മാറുന്നു. അപമാനിതയായ ദേവി ആ സദസ്സിൽ വെച്ച് തൻ്റെ അച്ഛൻ ആത്മോപദേശം ചെയ്തുകൊണ്ട് സ്വന്തം യോഗാഗ്നിയിൽ ദഹിക്കുകയാണ്. ഇതിന്റെ ഫലമായി ശിവന് കാലുഷ്യം ഉണ്ടാകുന്നു. ശിവന്റെ ശിവത്വം മംഗളം കഴിഞ്ഞ് അമംഗളത്തിലേക്ക് കടക്കുന്നു. ശിവൻ ജട നിലത്തടിച്ച് വീരഭദ്രൻ എന്ന് പറയുന്ന ഒരു ഭൂതത്തെ ഉണ്ടാക്കുകയും വീരഭദ്രൻ ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. ആകെ പ്രശ്നമാണ്, മഹർഷിമാരെ നിന്ദിക്കുന്നു. അവസാനം ബ്രഹ്മാവും കൂട്ടരും ഒക്കെ പോകുന്നു. ശിവനെ സാന്ത്വനിപ്പിച്ച് ശിവനെ കൊണ്ട് തന്നെ ദക്ഷന് വീണ്ടും ജീവൻ കൊടുപ്പിക്കുകയാണ്. അപ്പോൾ ആടിന്റെ മുഖം വെച്ചുകൊണ്ട്, അജമുഖം വെച്ചുകൊണ്ട് ദക്ഷന് ജീവൻ കിട്ടുന്നു. യാഗം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ജീവൻ കിട്ടിയ ദക്ഷൻ ശിവന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തന്റെ തെറ്റേറ്റു പറയുകയും തനിക്ക് കിട്ടിയ ശിക്ഷ സത്യം പറഞ്ഞാൽ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യാണ്. കാരണം അപ്പോഴേക്കപ്പോഴേ ശിക്ഷ കിട്ടിയതുകൊണ്ട് പിന്നീട് നരകത്തിൽ പോകേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഒരു നരകയാത്ര ഒഴിവാക്കി കൊടുത്ത് അജത്വം, അജമുഖാണ്. അജൻ എന്ന് പറഞ്ഞാല് ജന്മമില്ലാത്തവനാണ്, ബ്രഹ്മത്തിലേക്ക് കടന്നിരിക്കുന്നവനാണ്. ഇനി ഒരു ജന്മമില്ലാത്തവനായി ദക്ഷനെ മാറ്റിക്കൊണ്ട് ശിക്ഷയിലൂടെ അനുഗ്രഹവും സാധിച്ചു കൊടുക്കുന്നു. യോഗാഗ്നിയിൽ ദഹിച്ച സതി പിന്നീട് പാർവതിയായി രൂപാന്തരപ്പെടുകയും ശിവപത്നിയായി മാറുകയും ചെയ്യുന്നു, ശിവശക്തിയായി മാറുകയും ചെയ്യുന്നു. ഇത് കഥ. പക്ഷെ ഈ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ കഥയാണോ ഭാരതത്തിലെ പുരാണങ്ങൾ നമ്മളോട് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ നമ്മുടെ കഥകളൊന്നും കഥകളല്ല. ആ കഥകൾക്കുള്ളില് ധാർമ്മിക രഹസ്യങ്ങളുണ്ട്. തത്വചിന്തയുടെ മുത്തും പവിഴവും ഒളിഞ്ഞിരിക്കുന്ന രത്നാകരങ്ങളാണ് യഥാർത്ഥത്തില് നമ്മുടെ കഥകള്. ആ കഥകളുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ദക്ഷയാഗം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മന്വന്തരം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പിന്നോക്കം പോകണം. ദക്ഷന്റെ പിൻപുറങ്ങളിലേക്ക്, ദക്ഷന്റെ പൂർവ്വവൃത്താന്തത്തിലേക്ക് പോയിട്ട് വേണം കഥയിലേക്ക് വരാൻ. ആദ്യത്തെ സ്വയംഭുവ മന്വന്തരം, സ്വയംഭുവ മനുവിന്റെ മന്വന്തരത്തിലാണ് കഥ നടക്കുന്നത്. ഒന്നാമത്തെ മന്വന്തരത്തില്. ആ മന്വന്തരം എപ്പോഴാണ്? 6 തരത്തിലുള്ള ഘടകങ്ങൾ പൂർണ്ണമായാലേ മന്വന്തരം ആകുന്നുള്ളൂ. മനു വേണം, മനുവിന്റെ പുത്രന്മാര് വേണം, ദേവന്മാര് വേണം, ദേവേന്ദ്രൻ വേണം, അംശാവതാരമായിട്ടുള്ള ഒരു ഈശ്വര സാന്നിധ്യം വേണം, മഹർഷിമാര് വേണം. ഇങ്ങനെ 6 തരം കൂട്ടങ്ങളുടെ, സമൂഹങ്ങളുടെ കൂട്ടായ്മയിലാണ് ഒരു മന്വന്തരം എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ പരിപാലനം നിർവഹിക്കപ്പെടുന്നത്. ഏകാധിപത്യമല്ല, ഒരു ഏകാധിപത്യമല്ല അവിടെ നമ്മൾ മന്വന്തരത്തിൽ കാണുന്നത്. 6 പ്രത്യേക തരത്തിലുള്ള കൂട്ടായ്മകളുടെ കൂട്ടായ്മ. അങ്ങനെ ഒരു സഭയായിട്ടാണ് മന്വന്തര കാലഘട്ടത്തിൽ കാലത്തെ, സമൂഹത്തെ, പ്രപഞ്ചത്തെ സംരക്ഷിച്ചിരുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏകാധിപത്യം ആയിരുന്നില്ല. ആ മന്വന്തരത്തിലാണ് ദക്ഷന് പ്രസൂതി എന്ന് പറയുന്ന ഭാര്യയിലെ 16 പെൺകുട്ടികൾ ഉണ്ടാകുന്നത്. പ്രസൂതി, ഭാര്യയുടെ പേര് നമ്മൾ ഓർക്കണം. നമ്മുടെ പുരാണ കഥകൾ നോക്കിയാൽ അറിയാം, പണ്ടുള്ളവർക്ക് അക്ഷരങ്ങളില്ലാഞ്ഞിട്ടോ അർത്ഥങ്ങൾ അറിയാഞ്ഞിട്ടോ ആയിരുന്നില്ല. അർത്ഥപൂർണമായ പേരുകള് അക്ഷര കൂട്ടായ്മയിലൂടെയാണ് അവരെ സൃഷ്ടിച്ചെടുത്തിരുന്നത്.
അതുകൊണ്ടാണ് പ്രസവിക്കാൻ യോഗ്യയായവളാണ് പ്രസൂതി. ഇന്നത്തെ മാതിരി കല്യാണം കഴിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വാശി പിടിക്കുന്ന അമ്മയും അച്ഛനുമായിരുന്നില്ല പഴയ സങ്കല്പത്തിലെ ദമ്പതികളും മക്കളുമൊക്കെ. അതുകൊണ്ട് പ്രസൂതിക്ക് 16 കുട്ടികൾ ഉണ്ടാവുകയാണ്, പെൺകുട്ടികൾ. ഈ 13 പേരെയും ദക്ഷൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ധർമ്മനാണ്. ഓർമ്മിക്കുക, ധർമ്മന്. ആരൊക്കെയാണ് ഈ 13 പേര്? ശ്രദ്ധ, ദയ, ഹ്രി, ലജ്ജ തുടങ്ങിയിട്ടുള്ള 13 ഗുണഗണങ്ങളാണ്. മനസ്സിന്റെ സവിശേഷമായ ഗുണഗണങ്ങളാണ് അവ. ആ ഗുണഗണങ്ങളുള്ള 13 ഗുണഗണങ്ങളെയാണ്, അവസാനത്തേതാണ് മൂർത്തി, എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത. ഈ 13 ഗുണഗണങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ധർമ്മനാണ്. അപ്പൊ ഈ മനസ്സിന്റെ ശ്രദ്ധ, തിതിക്ഷ, ബുദ്ധി, മേധ, ലജ്ജ തുടങ്ങിയിട്ടുള്ള 13 ഗുണങ്ങള്. ഈ 13 ഗുണങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഗുണങ്ങളാണ്. 16 മക്കള് എന്ന് പറയുമ്പോ ചന്ദ്രന്റെ 16 കലകളാണ്. ഈ ചന്ദ്രൻ ആരാണ്? മനോമാതൃകാരകോ ചന്ദ്ര എന്ന് ജ്യോതിഷം വരെ പറയുന്നു. മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. അപ്പൊ ഈ 16 ഗുണഗണങ്ങള് ചന്ദ്രന്റെ 16 കലകളാണെങ്കിൽ ഇത് മനസ്സിന്റെ 16 ഭാവങ്ങളാണ്. ഇതിന്റെ പൂർണ്ണതയാണ് 16ാമത്തെ കല. 15 തിഥികള് ചന്ദ്രന്റെ. 16ാമത്തെ കലയാണ് നിത്യ എന്ന് പറയുന്ന കല. അത് ചന്ദ്രന്റെ പൂർണ്ണ സ്വരൂപം തന്നെയാണ്. എന്താണോ ചന്ദ്രൻ അതിന്റെ പൂർണ്ണതയാണ് ആ ഭാവത്തിന്റെ പൂർണ്ണതയാണ് നിത്യ എന്ന് പറയുന്ന 16ാമത്തെ കുട്ടി, 16ാമത്തെ കല. പക്ഷെ ഈ 15 മനസ്സിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 13 ഗുണഗണങ്ങൾ. എല്ലാറ്റിനോടുമുള്ള വിനീത വിധേയത്വം, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടമായാലും അനിഷ്ടമായാലും കിട്ടിയതിൽ തൃപ്തിപ്പെടുന്ന ഒരു തിതിക്ഷ, മറ്റുള്ളവരോട് ദൈന്യതയുള്ളവരോട് നാം കാണിക്കുന്ന സഹാനുഭൂതിയായ ദയ, ശ്രദ്ധ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും നിന്ദിക്കപ്പെടേണ്ട കാര്യം ചെയ്താൽ അതിൽ നമുക്കുള്ള സങ്കോചം, അതാണ് ഹ്രീ അല്ലെങ്കിൽ ലജ്ജ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഗുണഗണങ്ങളാണ് ആദ്യത്തെ 13 എണ്ണം. ഈ 13 എണ്ണത്തിനെയാണ് ധർമ്മന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ധർമ്മൻ നമ്മുടെ ധർമ്മ സങ്കല്പമാണ്, നന്മയുടെ സങ്കല്പം, ധാർമ്മിക ജീവിതത്തിന്റെ സങ്കല്പം, സമൂഹ പരിപാലനത്തിന്റെ സങ്കല്പം, സമൂഹ നൈരന്തര്യത്തിന്റെ സങ്കല്പം, ശാന്തിയുടെ സങ്കല്പം. ഈ ധർമ്മൻ പൂർണ്ണമാകണമെങ്കിൽ ഈ 13 ഗുണഗണങ്ങളും ചേരണം. അപ്പൊ ധർമ്മൻ പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ ധർമ്മം പൂർണ്ണമാകുന്നത് ഈ 13 ഗുണങ്ങളും ചേരുമ്പോഴാണ്. മനസ്സിന്റെ ഭാവങ്ങള് അല്ലെങ്കിൽ ധർമ്മം പൂർണ്ണമല്ല അല്ലെ. പഴയ ഒരു കാരണവരുടെ പറയാറില്ലേ, ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോ കാരണവർ ഉമ്മർത്തില്ല. അപ്പൊ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പോയിക്കോ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചു. അപ്പൊ കാരണവരും പുറത്ത് വന്ന് നോക്കിയപ്പോ ഭിക്ഷക്കാരുണ്ട് പുറത്തേക്ക് പോകണം. ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാ ഇവിടെ വാ പറഞ്ഞു. അയാള് വന്ന് വല്ലതും കിട്ടിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല പോയിക്കോ. പക്ഷെ അത് പറയാനുള്ള ആളാരാ? ഞാന്. അപ്പൊ അങ്ങനത്തെ ഒരു അഹന്തയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ധാർമ്മിക വൃത്തി ഉണ്ടാവാൻ പറ്റില്ല. ഞാനെല്ലാം ചെയ്യാണ്, ചെയ്തിട്ട് ഞാൻ അതിന്റെ പാട്ട് പാടി കഴിഞ്ഞാലോ, ഞാനേ ഇന്നലെ ഇന്ന ആൾക്ക് ഇത്രയും കാശ് കൊടുത്തു, ഇന്നലെ ഞാൻ 100 അതിഥികൾക്ക് അന്നദാനം നടത്തി, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സിന് ധർമ്മം ഉണ്ടാവില്ല. ധർമ്മം എന്താണ്? കർമ്മത്തിന് പരിപൂർണമായ ഫലം കിട്ടണം. ഫലം കൊടുക്കുന്നത് ആരാണ്? ചന്ദ്രൻ. ചന്ദ്രൻ സംവത്സരാധിപനാണ്. അതുകൊണ്ട് ഫലം കൊടുക്കുന്നയാള്, കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്നയാളാണ് ചന്ദ്രൻ. അപ്പൊ ഈ കർമ്മത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ ധർമ്മത്തിന്റെ ഒപ്പം നമ്മുടെ മനസ്സിന്റെ നല്ല കാമനകളും നല്ല ഗുണഗണങ്ങളും കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ധർമ്മവും മറ്റ് ഈ 13 പേരെയും കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. 14ാമത്തെ ആള് സ്വാഹ, അഗ്നിയുടെ ഭാര്യയാണ്. 15ാമത്തെ ആള് സ്വത, പിതൃക്കളുടെ ഭാര്യയാണ്. പിതൃക്കള് അനേകങ്ങളുടെ സംഘങ്ങളാണെങ്കിൽ ഏകാത്മം ആയിട്ടുള്ളവരാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയില്ലേ, നാനാത്വത്തിൽ ഏകത്വം. ആ ഏകാത്മതയുള്ളവരാണ് പിതൃക്കള്. അതിൽ 2 കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. വയുന, ധാരിണി എന്നൊക്കെ പറയുന്ന 2 പെൺകുട്ടികള്. ഈ പെൺകുട്ടികൾ ഓർമ്മിക്കണം, പഴയ കാലത്ത് ആദ്യത്തെ പ്രജാപതിയുടെ ആദ്യത്തെ മന്വന്തരത്തില് ഉണ്ടായ 2 പെൺകുട്ടികള് ജ്ഞാനം ആർജിച്ചുകൊണ്ട് ജ്ഞാന തപസ്സിലൂടെ സദ്യോമുക്തി നേടിയവരാണ്. അവർ ഗൃഹസ്ഥകളായിരുന്നില്ല, ഗാർഹിക വൃത്തിയിലേക്ക് കടന്നിട്ടില്ല. ജ്ഞാനം ആർജിച്ച് തപസ്വിനികളായിട്ട് സദ്യോമുക്തി, ജീവൻ മുക്തി നേടിയവരാണ്. ഇത് സ്ത്രീകളാണ്. പഴയ കാലത്തെ ഭാരതത്തിലെ സ്ത്രീകളാണ്. വിദ്യാഭ്യാസം ആർജിക്കാൻ യാതൊരു പ്രശ്നങ്ങളും കടമ്പകളും ഇല്ലാതിരുന്ന ഒരു ഭൂതകാലത്തിന്റെ 2 പ്രതിനിധികൾ. അവരും നമ്മളുടെ ദക്ഷന്റെ പരമ്പരയിൽ വരുന്നുണ്ട് എന്നതാണ് തമാശ.
ദക്ഷന്റെ പേരക്കുട്ടികളായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് സതി വരുന്നത്. സതി 16ാമത്തെ ചന്ദ്രസ്വരൂപമായ സതി. ഈ സതി നിത്യ എന്ന് പറയുന്ന കലയാണെങ്കിൽ നിത്യ ചേരേണ്ടത് എവിടെയാണ്? നിത്യതയോടെ. നിത്യ എന്ന് പറയുന്നത് നിത്യമായ ഒരു അവസ്ഥയാണ്. നിത്യ ചേരേണ്ടത് എന്താണോ ലോകത്തിൽ നിത്യതയായിട്ടുള്ളത്, പെർമനന്റ് ആയിട്ടുള്ളത്, അനശ്വരമായിട്ടുള്ളത്, അതിലാണ് ചേരേണ്ടത്. അതാണ് ശിവൻ. ആ ഈശ്വര ചൈതന്യത്തിലേക്ക് ചേക്കേറിയവളാണ് സതി. അങ്ങനെ സതിപതികളായി സതിയും ശിവനും ജീവിക്കുന്നു. ഇതാണ് ഇതിന്റെ പൂർവ്വഭാഗം എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മളുടെ യാഗവും ആ യാഗത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഈ 13 ഗുണഗണങ്ങളും ദക്ഷന്റെ മക്കളാണ്. ദക്ഷന്റെ മക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധ, തിദിക്ഷ എന്നൊക്കെ പറയുന്ന മേധ, ഓർമ്മിച്ചെടുക്കാനും പഴയത് മറക്കാതിരിക്കാനുള്ള കഴിവാണ് മേധ. അതൊക്കെ ദക്ഷന്റെ മക്കളാണ്. ഈ മക്കളുടെ പെൺകൊട കഴിഞ്ഞപ്പോ, കുട്ടിയോളേനെ ഭർത്താവിന് ഒരു വരന് കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ദക്ഷന്റെ മനസ്സിന്ന് ഈ ഗുണഗണങ്ങൾ കുറേശ്ശെ പോയി. ദക്ഷന് ഗുണം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കാരണം അച്ഛന്റെ ഗുണങ്ങളാണ് മക്കളിലേക്ക് ജനിതകമായി സംക്രമിക്കുന്നത്. അതിന്റെ മുകളിൽ വലിയ മുത്തശ്ശന്മാരൊന്നും കാര്യമായിട്ട് പാരമ്പര്യം പറയാനും ഇല്ല. അപ്പൊ ദക്ഷന്റെ ഗുണഗണങ്ങൾ തന്നെയാണ് മക്കളിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ ഈ ഗുണം എന്തുണ്ടായി? മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പ്രജാപതിയൊക്കെ ആയിട്ട് അവരോധിക്കപ്പെട്ടപ്പോ തന്റെ മനസ്സിൽ നിന്ന് കുറേശ്ശെയായിട്ട് താനറിയാതെ ഈ ഗുണങ്ങൾ ചോർന്നു പോവുകയും ദക്ഷൻ അഹന്തയുടെ പര്യായമായിട്ട് മാറുകയും ചെയ്യാണ്. അഹങ്കാരം. ആ അഹങ്കാരത്തിന്റെയും അതിന്റെ ഇപ്പുറത്ത് അതിന് പാരസ്പര്യമായി നിൽക്കുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും ഒക്കെ കഥയാണ് യഥാർത്ഥത്തിൽ ദക്ഷയാഗം നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനി കഥയിലേക്ക് വന്നാലോ, ദക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമർത്ഥൻ എന്നാണ്. ഇംഗ്ലീഷിലും അതേ വാക്കാണ് ഡെക്സ്റ്റെറിറ്റി. ഒക്കെ ഒരേ വാക്കാണ്. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലൊക്കെ ചില വാക്കുകളൊക്കെ ഒന്ന് തന്നെയാണ്. ഡെക്സ്റ്റെറിറ്റി തന്നെയാണ് ദക്ഷൻ, ക്ലവർനെസ്, സാമർഥ്യമാണ്. പക്ഷെ ആ സാമർഥ്യം ലൗകിക ജീവിതത്തിലായി പോയി എന്ന് മാത്രമാണ് പ്രശ്നം. ജീവിത വിജയത്തിന്റെ അവശ്യമായ യാഗ സാമർഥ്യമായിട്ട്, കർമ്മ സാമർഥ്യമായിട്ട് ദക്ഷന്റെ സാമർഥ്യം മാറി. അത് ആധ്യാത്മികതയിലേക്കോ അനശ്വരതയിലേക്കോ ഉള്ള ഒരു കുതിച്ചുയരലായിട്ട് മാറിയില്ല. അതായത് ഈ റോക്കറ്റ് പോകുമ്പോ മാതൃപേടകത്തുനിന്ന് വിച്ഛേദിക്കാതിരുന്നാൽ അതിന് ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് ഈ വിച്ഛേദിക്കാൻ പറ്റിയില്ല. റിമോട്ട് കൺട്രോൾ എവിടെയോ പൊട്ടുപോയതുപോലെ വിച്ഛേദം നടന്നില്ല. അപ്പൊ ഈ മാതൃപേടകത്തില് ലൗകിക ജീവിതത്തെ തന്നെ അമർന്നിരുന്നു കൊണ്ട് സ്വന്തം അഹം, ഞാൻ ആണ് എല്ലാം എന്നല്ലെങ്കിൽ ഞാനാണ് പ്രജാപതി എന്ന ഭാവത്തില് അദ്ദേഹം ജീവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഈ അവസരത്തിലാണ് 1ാം കൽപ്പത്തിലെ 1ാം യജ്ഞത്തില് ഈ ആദ്യത്തെ യാഗം നടക്കുന്നതും ശിവൻ എണീക്കാത്ത ആ പഴങ്കഥ സംഭവിക്കുന്നതും. ശിവൻ എണീക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ദക്ഷൻ ആലോചിക്കുന്നില്ല. അദ്ദേഹം മകളുടെ ഭർത്താവായതുകൊണ്ട് എഴുന്നേൽക്കണം എന്ന് ദക്ഷൻ വിചാരിക്കുമ്പോൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ചില സാധനമുണ്ട്. ചേട്ടൻ പ്രിൻസിപ്പാളും അനിയൻ കലക്ടറും ആണെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പാളുടെ കസേരയിൽ ചേട്ടൻ ഇരിക്കുമ്പോ അനിയൻ കലക്ടർ വന്നാൽ ചേട്ടൻ പ്രിൻസിപ്പാളെ എണീക്കണം. അതെന്റെ അനിയനാണ്, എന്റെ താഴെയുള്ളവനാണ്, ഞാൻ എണീക്കേണ്ടെന്ന് പറയണതിൽ അർത്ഥമില്ല. അങ്ങനെ ചില പ്രോട്ടോകോൾ ഉണ്ട്, അലിഖിതമായ ചില നിയമങ്ങൾ. അത് ദക്ഷന്മാർക്കാണ്. തന്നേക്കാൾ എത്രയോ ഉയരത്തില് നിർഗുണനായ അലൗകികനായ ഈശ്വരനാണ് ശിവൻ എന്ന് തന്റെ ആ ചെറിയ കണ്ണുകളെ കൊണ്ട് കണ്ടറിയാൻ ദക്ഷന് സാധിക്കുന്നില്ല. ചെറിയ മനസ്സും ചെറിയ കണ്ണുമായി ശിവനെ നോക്കിയപ്പോഴ് അത് വെറും മരുമകനാണ്. അതിന്റെ അപ്പുറത്ത് ഈശ്വരൻ എന്ന് പറയുന്ന ഉദാത്തതയുടെ ലോകനാഥന്റെ, ത്രിലോകനാഥന്റെ അവസ്ഥ തന്റെ മകളുടെ ഭർത്താവിനുണ്ട് എന്ന് തിരിച്ചറിയാൻ അഹങ്കാരിയായ ദക്ഷന് സാധിക്കുന്നില്ല. ദക്ഷന്റെ 1ാമത്തെ പരാജയം അവിടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ശിവനെ നിന്ദിക്കുന്നത്. ശ്മശാനവാസിയാണ് ശിവൻ, ഒന്നിനും കൊള്ളാത്തവനാണ് ശിവൻ, ജടാമകുടങ്ങളുള്ളവനാണ് ശിവൻ. പിന്നെയോ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്റെ മകളെ കൊടുക്കാൻ, പിന്നെ ബ്രഹ്മാവ് പറഞ്ഞത് കൊണ്ട് ഞാൻ കൊടുത്തു പോയതാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇത് നിന്ദയാണെങ്കിലും അതിൽ സ്തുതിയും ഉണ്ട്. കാരണം ശിവന്റെ ഗുണഗണങ്ങളെ അറിയാതെ ഇദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്യണത്. ശ്മശാനവാസിയാണ് ശിവൻ. പക്ഷെ ആ ശ്മശാനത്തിലിരിക്കുന്ന ശിവന്റെ പാദധൂളികളെ തന്റെ ശിരസിൽ അണിയുന്നവരാണ് ദേവന്മാരും മറ്റുള്ളവരും ഒക്കെ. അത് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഏതായാലും ശിവനിന്ദ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവൻ ഒന്നും പറയുന്നില്ല. ചെയ്യാത്ത അപരാധത്തിന്റെ പേരിൽ നിന്ദിതനായവനാണ് ശിവൻ. ബ്രഹ്മാവിനെ കണ്ടപ്പോ ദക്ഷന് ഒരു പ്രശ്നവുമില്ല, ബ്രഹ്മാവ് എണീച്ചിട്ടില്ലെങ്കിൽ, കാരണം ബ്രഹ്മാവ് അച്ഛനാണ്. പക്ഷെ ഈശ്വരൻ മനുഷ്യന്റെ മുന്നിൽ എണീക്കണോ, മനുഷ്യൻ ഈശ്വരന്റെ മുമ്പിൽ എണീക്കണോ? ഇതാണ് അവിടുത്തെ ചോദ്യം.
ആരാണ് വലുത്? മാനസികമായ, ബൗദ്ധികമായ, അലൗകികമായ ഗുണവിശേഷങ്ങൾ ആർക്കുണ്ടോ അവർ മറ്റുള്ളവരെക്കാൾ വന്ദ്യന്മാരാണ്, വന്ദനീയന്മാർ, ആദരണീയന്മാരുമാണ് എന്ന ഒരു സൂചന വ്യാസമഹർഷി ഈ പ്രകരണത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ദുർവാസാവിനും ഒക്കെ പറ്റിയത് ഇത് തന്നെയാണല്ലേ. ദക്ഷിണ വിവരമില്ലാഞ്ഞിട്ടല്ല, സമർത്ഥനാണ്. ദുർവാസാവിന് വിവരമില്ലാഞ്ഞിട്ടാണോ? സമർത്ഥനല്ലേ. ശിവന്റെ അംശമായിരുന്നു ദുർവാസാവ്. എന്നിട്ട് എന്താ പറ്റിയത്? അംബരീഷന്റെ മുമ്പിൽ നാണം കിട്ടു ഇല്ലേ. ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം എന്ന് ഭഗവാൻ ദുർവാസാവിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത് നമ്മൾ നാരായണീയത്തിൽ കാണുന്നുണ്ട് അല്ലേ. ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം. ജ്ഞാനും തപസ്സും അറിവും ഒന്നും വിനയം ഇല്ലെങ്കിൽ ശോഭിക്കില്ല. നാട്ടിൻപുറത്ത് പറയും 3 അക്ഷരവും ഒരു മുറുക്കവും വേണം. കുരുത്തം, ഗുരുത്വം, അതാണ് കുരുത്തം വേണം എന്ന് പറയും. അവിടെയാണ് ഗുരു തുല്യരായിട്ടുള്ളവരെ പൂജിക്കണം, ഗുരു തുല്യരായിട്ടുള്ളവരെ വന്ദിക്കണം. അവിടെ നമ്മുടെ ശാരീരിക, ലൗകിക, ഗാർഹിക ബന്ധങ്ങളല്ല ഒരു വ്യക്തിയുടെ മാനദണ്ഡം, അളവുകോലതല്ല. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്ത ഒരവസ്ഥ അല്ലെ. മേല് കീഴെന്ന് പറയും. ഇന്ന് നമുക്കതുണ്ടോ? ചെറിയൊരു ഉദാഹരണം പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വ്യക്തിപരമായ കോളേജിൽ ഒരു അനുഭവമാണ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഉണ്ടാക്കിയെടുത്തത് ഗുരുനാഥൻ എന്ന് ഞങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന പുനശ്ശേരി നീലകണ്ഠ ശർമ്മയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് മാലയിട്ടിട്ടാണ് ആ പരിപാടി നടത്താറ്. 30ാമത്തെ കൊല്ലാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം അതേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരിപാടി നടന്നു. ഈ പരിപാടി നടന്നപ്പോൾ ഓഡിറ്റോറിയത്തില് ഗുരുനാഥന്റെ പടം വെച്ചില്ല, മാലയിട്ടില്ല. ഗുരുനാഥനെ സ്മരിക്കുന്ന ഒരു ശ്ലോകം ഉണ്ടാകും ഞങ്ങളുടെ ദിവസവും 9:15 ചെല്ലുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലിയതും ഇല്ല. പിന്നീട് കോളേജ് കൗൺസിലിലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ 1-2 പേര് ചോദിച്ചു, ആ പ്രാർത്ഥന ചെല്ലാത്തത് മോശമായി, ഗുരുനാഥന്റെ പടം അവിടെ വെക്കാത്തത് വളരെ മോശമായി, ഇത്രയും കാലമായിട്ട് ആദ്യമാണ് നമ്മളിത് ഗുരുനിന്ദ ചെയ്തതെന്ന്. ഉടനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. ചെറുപ്പക്കാരനായ കേവലം 1-2 വർഷം പോലും സർവീസ് ആയിട്ടില്ലാത്ത ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു എന്താ പറയുക ആംഗ്രി യങ് മാൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, പുരോഗമന ചിന്താഗതിക്കാർ അദ്ദേഹം. ഞാൻ പറഞ്ഞു പടം വെക്കാത്തത് മോശമായി എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല വിളിക്കും. അദ്ദേഹം പറഞ്ഞ വാചകം ഇതായിരുന്നു, എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വാചകം: പടവും പാലും പഴവും നിവേദ്യമൊന്നും വെക്കേണ്ട കാലല്ല ഇത്. ആ ഗുരുനാഥൻ ആ കോളേജ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ആ പൊളിറ്റിക്കൽ സയൻസ് പോസ്റ്റ് ഉണ്ടായിട്ട് അവിടെ ഇരുന്ന് മാസവരുമാനത്തിലൂടെ കഞ്ഞി കുടിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നു പടവും പാലും പഴവും നിവേദ്യവും വേണ്ട കാലമല്ല. ഇതാണ് നമ്മുടെ കാലഘട്ടം. വന്ദിക്കേണ്ടവരെ വന്ദിക്കാതിരിക്കുക, വന്ദന അർഹിക്കാത്തവരുടെ കാല് പിടിച്ചുകൊണ്ടേ ഇരിക്കുക. അവസാനം ആരാണ് വന്ധ്യൻ ആരാണ് നിന്ദ്യൻ എന്നറിയാതെ ഉള്ള ഒരവസ്ഥയിലെത്താണ് നമ്മൾ. നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതാണ്. ഞാൻ പഴയൊരു ഫേസ്ബുക്കിൽ ഈയിടെ ആരോ അയച്ചു തന്നെ ഒരു പടം കണ്ടു. വാജ്പേയിനെ കുറിച്ച് എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. വാജ്പേയി ഒരു വയസ്സായ സ്ത്രീയുടെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന ഒരു പടം. അതിൻ്റെ അടുത്ത് വേറൊരു ഫോട്ടോ, വയസ്സായ ഒരു സ്ത്രീ യുവ ചേതനയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കാല് പിടിക്കുന്ന ഒരു പടം. 2 പടങ്ങൾ, ഒന്നും എഴുതിയിട്ടില്ല. അത്രയും കണ്ടാൽ മതിയല്ലേ നമുക്ക് എന്താണ് നമ്മളുടെ ഇന്നുകൾ, വർത്തമാനകാലം എന്താണ് എന്നറിയാൻ. നിന്ദയും വന്ദനയും തമ്മിലുള്ള വ്യത്യാസം. വയസ്സായ വാജ്പേയി വയസ്സായ സ്ത്രീയുടെ അമ്മയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു. വയസ്സായ മറ്റൊരു സ്ത്രീ വയസ്സാകാത്ത രാഹുൽ ഗാന്ധിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു. ഈ ഒരു സങ്കല്പം നമ്മളുടെ മുന്നിൽ നമുക്ക് ഉണ്ടാവണം, നമുക്ക് അറിയേണ്ട ഒരു സങ്കല്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗുരു നിന്ദയുടെ കരൻ. ഏതായാലും ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല അകിഞ്ചന. കാളിദാസൻ പറയണത് എന്താണ് ശിവനെ കുറിച്ച്, അഥവാ പാർവതി പറയണത്? അകിഞ്ചന സൻ പ്രഭവസ സമ്പദം ത്രിലോകനാഥ പിതൃസത്മഗോചര സ ഭീമരൂപ ശിവ ഇത്യുദീര്യതേ ന സന്തി യാഥാർത്ഥ്യവിധ പിനാകിന. ഒന്നില്ലാത്തവനാണ്, പക്ഷെ ലോകത്തിന്റെ എല്ലാറ്റിന്റെയും പ്രഭുവാണ്. ശ്മശാനവാസിയാണ്, പക്ഷെ ത്രിലോകനാഥനാണ്. സ ഭീമരൂപ, ഭീകരമായ രൂപമുള്ളവനാണ്, പക്ഷെ ശിവനാണ്, മംഗളകാരിയാണ്. ശിവന്റെ യാഥാർത്ഥ്യം ആരറിയുന്നു എന്ന് കാളിദാസൻ പാർവതിയെ കൊണ്ട്
ചോദിപ്പിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇത് അറിയുന്നില്ല, നീ ചെയ്യുന്നത് എന്താണെന്ന് നീ തന്നെ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ദക്ഷൻ അറിയുന്നില്ല. അങ്ങനെ ദക്ഷൻ ശപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നന്ദികേശ്വരൻ ദക്ഷനെ തിരിച്ച് ശപിക്കുന്നത്. പശുജന്മം, മൃഗത്തിന്റെ ജന്മം ഉണ്ടാകട്ടെ. കാരണം നമ്മളുടെ ഉത്തമാംഗം എന്ന് പറയുന്നത് തലയാണ്. ഇതിലാണ് ബുദ്ധി, മേധ ഒക്കെ ഉള്ളത്. ഓർമ്മകളും ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ തുടങ്ങുന്നത് നമ്മുടെ തലയിലെ ഇടത്തും വലത്തുമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പ്രകരണങ്ങളാണ്. അപ്പൊ ആ ഭാഗത്ത് നിനക്ക് ആടിന്റെ മുഖം വരട്ടെ, അല്ലെങ്കിൽ മൃഗമുഖം വരട്ടെ എന്ന് പറയുമ്പോൾ നീ മൃഗീയമായ മൃഗത്തിൻ്റെതായ ലൗകിക ജീവിതത്തിലേക്ക് പതിച്ചു പോകട്ടെ, നിനക്ക് തത്വജ്ഞാനം കിട്ടാതിരിക്കട്ടെ, ആത്മവിദ്യ എന്താണ് എന്നറിയാതിരിക്കട്ടെ. ഇതൊരു ശാപമാണ്. നമ്മൾ വിചാരിക്കും സുഖമായിട്ട് ലൗകിക ജീവിതം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ അനുഗ്രഹമാണെന്ന്. കാരണം അതാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണത്, അല്ലേ? എനിക്ക് സുഖമായിരിക്കണം, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, കാറിന്റെ ലോട്ടറി എനിക്ക് കിട്ടണം, എൻ്റെ മകൾക്ക് ജോലി കിട്ടണം, മകന് ജോലി കിട്ടണം, മകളുടെ കല്യാണം കഴിയണം, നല്ലൊരു വീടുണ്ടാക്കാൻ സാധിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് പറയുക. പക്ഷേ ആ ലൗകികത, സാധാരണ ശ്രേയസ്സിലൂടെ ജീവിക്കുന്ന ലൗകികതയാണ് നന്ദികേശ്വരൻ കൊടുക്കുന്ന ശാപം. അത് അനുഗ്രഹമല്ല, ശാപമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് അനുഗ്രഹം? തത്വവിത്തുക്കളാവുക, ആത്മജ്ഞാനം ഉണ്ടാവുക. ഈ ശരീരത്തിന്റെ അപ്പുറത്ത് ഞാൻ എന്ന് പറയുന്നത് മരിക്കാത്ത എന്റെ ആത്മാവ് മാത്രമാണെന്നും അത് ഈശ്വരനാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അനശ്വരനായ ഈശ്വരനെ നശ്വരനായ മനുഷ്യൻ എന്ന് തിരിച്ചറിയുന്നു, അന്ന് അവൻ അനുഗ്രഹീതനാകുന്നു. ലൗകിക ജീവിതത്തിൽ എന്ന് അവൻ മുങ്ങുന്നു, അന്ന് അവൻ അഭിശപ്തനും ആയി മാറുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ അഹം എന്ന ഞാനെന്ന ഭാവം, എന്റെ ശരീരവും എന്റെ സുഖവും എന്റെ കാഴ്ചപ്പാടും എന്റെ പ്രാമുഖ്യവുമാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ദക്ഷന് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഏതായാലും മറ്റു മഹർഷിമാരെ, ഭൃഗു മഹർഷി തിരിച്ച് ശൈവ വിശ്വാസമുള്ളവരെ ശപിക്കുന്നു. അങ്ങനെ ഈ കഥ അങ്ങോട്ട് നീളാണ്. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സതി യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തില് നമ്മൾക്കറിയാം സതി എവിടെയാ ജീവിക്കുന്നത്. വർഷങ്ങളായിട്ട് ശിവസാമീപ്യത്തിലാണ് സതി ജീവിക്കുന്നത്. അവിടെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലേക്കാണ് സതിയും ശിവനും കൂടിയുള്ള ബന്ധം നമ്മളെ കൊണ്ടെത്തിക്കണത്. അതികലശലായിട്ടുള്ള നിരതിശയ ആനന്ദമാണ് ശിവന്റെ അടുത്തുള്ളത്. അവിടെ ശ്രേയസ്സല്ല പ്രേയസ്സാണുള്ളത്. ഈശ്വരനിലേക്ക് നടന്ന് കയറിപ്പോയവളാണ് സതി. ഒരു സാധാരണ ഭക്തനെ പോലെ ഈശ്വരനിലേക്ക് നടന്ന് കയറിപ്പോയി ചിരകാലമായി ഈശ്വരന്റെ സവിധത്തിൽ, ഉപനിഷത്ത് എന്ന് പറയുന്നത് പോലെ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ, ഈശ്വരന്റെ തണലിൽ, ഈശ്വരന്റെ തലോടലിൽ, ഈശ്വരന്റെ സ്നേഹത്തിൽ നിരതിശയമായ ആനന്ദം ആസ്വദിച്ചവളാണ് സതി എന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സതിക്കാണ് കാലിടറിയത്. ഭൗതികമായ കാര്യങ്ങളില് യാഗം, യാഗോത്സവം, ചേച്ചിമാരുടെ യാത്ര, മറ്റുള്ളവരുടെ യാത്ര എന്നൊക്കെ പറയുമ്പോ യാഗം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു ഉത്സവ സ്ഥലമായി മാറുകയും അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മോഹം, പറഞ്ഞുകൂടാ, വ്യാമോഹം സതിയിൽ ഉണ്ടാവുകയും ചെയ്യാണ്. അവിടെയാണ് സതിയുടെ പതനം. ഈശ്വരനിലേക്ക് നടന്നു കയറിയ സതി ഈശ്വരനിൽ നിന്ന് നടന്നകലാൻ തീരുമാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് കാരണം? ഇത്രയും കാലം അല്ലെ, പാതിമെയ്യായിട്ടാണ് സതി ജീവിക്കുന്നത്. പാതിമെയ്. സുമാസ്ത്രന്റെ വൈരിക്ക് കാര്യങ്ങളെല്ലാം സുമാറാണ്, മെയ് പാതി പെണ്ണിന് നൽകി എന്ന് ശ്ലോകങ്ങളിൽ വരെ പറയുന്നുണ്ട്, തമാശയ്ക്കാണെങ്കിലും അല്ലെ. മെയ് പാതി പെണ്ണിന് നൽകി. മെയ് പാതി കിട്ടിയ സതിക്ക് പക്ഷെ ആത്മാവിന്റെ ലയനം അവിടെ സംഭവിപ്പിക്കാൻ സാധിച്ചില്ല. അവിടെ ഇപ്പോഴും കേരള കോൺഗ്രസുമാതിരി അവിടെ നിന്നു. ആത്മാവിന്റെ ലയനം ഉണ്ടായില്ല, ശരീരത്തിന്റെ ലയനേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സതിയുടെ ജീവിതത്തിന് പൂർണ്ണതയുണ്ടായില്ല. എന്താണ് സ്ത്രീയുടെ ജീവിതത്തിന്റെ പൂർണ്ണത? അമ്മയാവുക എന്ന ഒരു അവസ്ഥ. ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരി അല്ലെ, അമ്മയാവുക എന്നൊരവസ്ഥയാണ്. അനപത്യത, കുട്ടിയില്ലാതിരിക്കുക എന്ന ഒരു ദുഃഖം സതിക്കുണ്ട്. സതിക്ക് കുട്ടി ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാ? ശിവൻ എന്ന് പറയുന്ന ഭർത്തൃ സാന്നിധ്യവുമായി ശാരീരിക പൂർണ്ണതയെ ഉണ്ടായുള്ളൂ, ആത്മീയമായ ഒരു പൂർണ്ണത അവിടെ സംഭവിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് സതിക്ക് കുട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സതി കുട്ടിയില്ലാതെ അനപത്യയായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഈശ്വരനിൽ നിന്ന്, ശിവനിൽ നിന്ന് തിരിച്ചു നടക്കുന്നവളായിട്ടാണ് നമ്മള് സതിനെ കാണുന്നത്. അപ്പൊ സതി ശിവനിലൂടെ പൂർണ്ണയാവുന്നില്ല. ഈശ്വരാനുഭവം സതിക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഈശ്വരാനുഭവം ഉണ്ടായിട്ടില്ല. അനുഭവം എന്താണ്?
ഈശ്വരൻ നമ്മളുമായിട്ട് ഒന്നാവണം. ആ ഒന്നാകുമ്പോഴാണ് ശിവനും പാർവതിക്കും പിന്നീട് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സന്തതി ഉണ്ടായത്. അപ്പൊ ഈശ്വര സാന്നിധ്യമേ സതി അനുഭവിച്ചുള്ളൂ. ഈശ്വര അനുഭവം സതിക്ക് ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴാണ് സതി പറയണത് എനിക്ക് അവിടെ പോണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തെറ്റും പറയുന്നുണ്ട്. ഇത് അഖിതത്തിന്റെ ഭാഗവതം ഉണ്ട്. സംസ്കൃത ഭാഗവതത്തിന്റെ പദാനുപദ തർജ്ജമ, വൃത്താനുവൃത്ത തർജ്ജമ. സംസ്കൃതം ഭാഗവതം വായിച്ചാൽ മനസ്സിലാക്കാത്തവർക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്കൃത ഭാഗവത വരികളേക്കാൾ കവിത, റൊമാൻറ്റിക് പോയട്രി എന്ന് പറയും, കവിതയുള്ള വരികളാണ്. വ്യാസനെ മോശക്കിട്ടല്ല പറയണത്, തത്വം മുഴുവൻ വ്യാസന്റെയാണ്. സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത അത് അത്രയും ഒരു ലയം വരില്ല. പക്ഷെ മലയാളത്തിൽ നമ്മളത് വായിക്കുമ്പോൾ കുറച്ചും കൂടി ലയത്തിൽ ഭാഗവതത്തിനെ അങ്ങോട്ട് സ്നേഹിക്കാനും പ്രേമിക്കാനും, ഭഗവാനല്ല ഞാൻ പറയുന്നത്, ഭാഗവതത്തിനെ സ്നേഹിക്കാൻ കഴിയും അക്കിതത്തിന്റെ വരികൾ വായിച്ചാല്. അതാ, നിന്മായ നിർമ്മിച്ച ജഗത്തിത് അങ്ങയിൽ തിളങ്ങിടുന്നു ത്രിഗുണാത്മകം ഹര, എന്നാലും എൻ അജ്ഞതയാൽ അശക്തിയാൽ തോന്നുന്നു മോഹം പിറനാടു കാണുവാൻ. ഈ സംസ്കൃതത്തിലെ ശ്ലോകം വായിച്ച ഈ വികാരം വരില്ല. എന്നാലും എൻ അജ്ഞതയാൽ അശക്തിയാൽ തോന്നുന്നു മോഹം പിറനാടു കാണുവാൻ സതി അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഇനി ശിവൻ വരാത്തേന്, കലഹിക്കുന്നതിന് ഒരു കാരണം പറയാൻ ക്ഷണമില്ലാത്തേന് എന്താണ്? വേണ്ട സുഹൃനാഥ പിതുർ ഗുരുക്കൾ തൻ ഗൃഹങ്ങളിൽ ചെന്നു വണങ്ങുവാൻ ക്ഷണം വേണ്ട എന്നാണ് പറയണത്. ഭർത്താവിന്റെ, സുഹൃത്തിന്റെ, ഗുരുനാഥന്റെ, അച്ഛന്റെ, ഈ 3 പേരുടെ വീട്ടിലും പോവാൻ ക്ഷണം വേണ്ടാന്ന്. പക്ഷെ ശിവൻ സതിയെ പിന്തിരിപ്പിക്കുകയാണ്. കാരണം ശിവൻ അറിയാം, ശിവന് ത്രികാലജ്ഞാനിയാണ്. നമ്മളെക്കാൾ ഒരു കണ്ണ് കൂടുതലുണ്ട് ഇല്ലേ? അപ്പൊ നമ്മളെക്കാൾ കൂടുതൽ, സതിയേക്കാൾ കൂടുതൽ കാഴ്ച ആർക്കാ ഉണ്ടാവുക? ശിവനാണ്. ഒന്ന് കൈലാസത്തിലാണ് ഇരിക്കുന്നത്, 2, 3 കണ്ണുണ്ട്. ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. 3 ഡൈമെൻഷനിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ശരീരബോധത്തിൽ മയങ്ങി അന്യരെ ദ്വേഷിച്ചിട ബാന്ധവരെന്നിരിക്കുകിൽ നേരാണു നീ ചൊന്നത് ശോഭനെ, ക്ഷണം കിട്ടാതെയും നാം അവിടേക്ക് പോകണം. ശരീരബോധത്തിൽ, ദേഹാഭിമാനത്തിൽ മയങ്ങി മറ്റുള്ളവരെ പുച്ഛിക്കുന്നില്ലെങ്കിൽ ഉറപ്പാണ് നമ്മൾ അങ്ങോട്ട് പോകണം. അതിന് ക്ഷണം വേണ്ട. പക്ഷെ ഇദ്ദേഹോ തപം ധനം വിദ്യ കുലം വയസ്സു മെയ്, ഈ ഷഡ്ഗുണം നന്മയുമാണ് തിന്മയും. തപം ധനം വിദ്യ കുലം വയസ്സ് ശരീരപുഷ്ടി, ഈ സാധനങ്ങളൊക്കെ നല്ല ആൾക്കാർക്ക് നല്ലതാണ്. പക്ഷെ ചീത്ത ആൾക്കാർക്കോ ഇതുകൊണ്ടൊക്കെ അഹങ്കാരവും ഉണ്ടാവും. അതുകൊണ്ട് പോകണ്ട എന്ന് പറയാണ്. പ്രമാണിയം ദക്ഷന് പുത്രിമാരോടുണ്ട് അതിപ്രിയം, നിന്നോട് അതുണ്ട് കൂടുതൽ എല്ലാം സ്മരിപ്പേൻ അവിടെ സഖി നിനക്കലഭ്യമേ ശാന്തി, അനിഷ്ടനല്ലേ ഞാൻ. അവിടെ പോയാൽ നമുക്ക് എനിക്ക് അച്ഛന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, കിട്ടില്ല. പക്ഷേ സതി പോവാണ്. ആദ്യം സതി ഇറങ്ങി, പിന്നെ സതി കയറി. ആദ്യം അങ്ങോട്ട് പുറത്തിറങ്ങി സതി ബന്ധുഭക്തിയാൽ, അകത്തുടൻ കേറി അധർമ്മശങ്കയാൽ. പോണോ പോണോ. ഈ ഒരു സംഭവം കുമാരസംഭവത്തിൽ നമുക്ക് കാണാം. പാർവതി ശിവനെ കണ്ടപ്പോ വടുരൂപത്തില്, ബ്രഹ്മചാരി രൂപത്തില് ശിവനെ തന്നെ ദ്വേഷിക്കുന്നുണ്ട് പാർവതിയോട്. അപ്പൊ പാർവതി പിടിച്ചു നിൽക്കണുണ്ട്. അവസാനം സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ശിവൻ മുമ്പിൽ വന്നപ്പോ മാർഗാചല വ്യതികരാകുലിദേവ സിന്ധു ശൈലാധിരാജതനയാ നയയൗ നതസ്തൗ എന്നാണ്. വെള്ളത്തിന്റെ ഒത്തൊഴുകുന്ന വെള്ളത്തിന്റെ മുന്നിൽ ഒരു പർവ്വതം വന്നു നിന്നാല് വെള്ളത്തിന് പോവാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ പോവാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു പാർവതി. എന്തിനായിരുന്നു? ശിവനെ കണ്ട് ശിവനെ സ്വന്തമാക്കാൻ. ഇവിടെ ശിവനിൽ നിന്ന് അകന്നു പോകാനാണ് നയയൗ നതസ്തൗ. പോയതുമില്ല വന്നതുമില്ല, പുറത്തേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് കയറി. അവസാനം സതി പോയി കഴിഞ്ഞു. അമ്മമാരൊക്കെ, അമ്മയും സഹോദരിമാരും ആലിംഗനം ചെയ്തു. പക്ഷെ ആ സദസ്സില് ദക്ഷൻ അവരെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ പറഞ്ഞാല് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് സഭാവാസികളും അങ്ങനെ നോക്കുമ്പോ ശ്രീരുദ്രനുള്ള ശിവനുള്ള ഭാഗവും വെച്ചിട്ടില്ല യജ്ഞത്തില്. അപമാനിതയായ സതി തന്റെ ഭർത്താവിനെ അപമാനിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് സതിയുടെ മനസ്സ് കയറിയത്. ഇത് 1000 കൊല്ലം മുമ്പേ സതി ചിന്തിക്കേണ്ടതായിരുന്നു. അന്ന് സതി ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോഴ് ഈ അവസരത്തിൽ തന്റെ ഭർത്താവിനെ അവഗണനാപൂർവം ഹവിസിന്റെ ഭാഗം നൽകാതെ താൻ അടക്കം നിന്ദിക്കപ്പെട്ടപ്പോഴ് സതി ദക്ഷനോട് കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ ആത്മോപദേശം നിങ്ങൾ അറിയുന്നില്ല ശിവനെ അല്ലെ, അവിടുന്ന് അമംഗളരൂപി എന്നോ സദാശിവൻ എന്തു മംഗളാമംഗളങ്ങൾ സുതമരി, അവിടുന്ന് മംഗളരൂപി എന്നോ സദാശിവൻ എന്തു മംഗളാമംഗളങ്ങൾ. വൈരം ആരോടും ദേഷ്യമില്ല, ആരോടും പ്രിയമില്ല ശിവന്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം?
സമ്പത്ത്. ശിവൻ ലോകപ്രഭുവാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ മുന്നിൽ നിങ്ങളുടെ സമ്പത്ത് ഒന്നുമില്ല. ദർ ഇസ് നോ കമ്പാരിസൺ. താരതമ്യം ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അസൂയ? അതുമില്ല. പിന്നെ എന്തിനാ എന്റെ അച്ഛ എന്റെ ഭർത്താവിനെ ഇങ്ങനെ നിന്ദിച്ചതെന്ന് ചോദിക്കുകയും അങ്ങനെ ഞാൻ അവിടെ ദക്ഷന്റെ മകളായിട്ട് മാറുകയാണ് സതി. അവിടുന്ന് ഇറങ്ങി വന്നു. അതുവരെ ശിവന്റെ ഭാര്യയായിരുന്നു. അവിടുന്ന് ഇറങ്ങി വന്നപ്പോ ശിവന്റെ ഭാര്യയിൽ നിന്ന് ദക്ഷന്റെ മകളിലേക്ക് അവൾ താണു. അതിന്റെ ഫലം, തിക്തഫലം അവൾ കൊടുക്കുകയാണ്. അതിന്റെ പാപപരിഹാരമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നെ ദാക്ഷായണി എന്ന് ശിവൻ വിളിക്കും സ്നേഹത്തോടെ. പക്ഷെ അപ്പൊ എനിക്ക് അങ്ങയുടെ മുഖമാണ് ഓർമ്മ വരിക. അച്ഛന്റെ മകളായതിന്റെ കുറ്റബോധം. ദാക്ഷായണി എന്ന് എന്നെ വിളിക്കുമ്പോ ദക്ഷന്റെ മകളാണ് ഞാനെന്നും അങ്ങയുടെ അഹങ്കാരപൂർണമായ ഈ ജീവിതമല്ലേ എനിക്കൊരു ശരീരം തന്നത് എന്നും ചോദിക്കുമ്പോഴേ, അത് തോന്നുമ്പോഴേ, അശുദ്ധമായ ആഹാരം വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത് വായേല് വിരലിട്ട് ഛർദ്ദിക്കുന്നത് പോലെ അങ്ങ് തന്ന ഈ ശരീരം, ആത്മാവ് കളയാം, ആത്മാവ് ഇദ്ദേഹം തന്നതല്ലോ, ആത്മാവ് ഈശ്വരനല്ലേ, അത് നശിപ്പിക്കാനും പറ്റില്ല. അങ്ങ് തന്ന ഈ ശരീരം ഞാൻ ഇതാ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ യോഗസമാധിയില് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനിയെ ഉണർത്തി കൊണ്ടുവന്ന് 6-ാം പടിയും കഴിഞ്ഞ് 7-ാം പടിയിലേക്ക് യോഗാഗ്നിയായി സതി ചിതയായി മാറുകയാണ്. അച്ഛന്റെ അഹങ്കാരത്തിന്റെ മുന്നിൽ സ്വയം ചിതാഭസ്മമാകേണ്ടി വന്ന, അഗ്നി ഉയർത്തേണ്ടി വന്ന ഒരു മകളുടെ കഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. എത്ര ദക്ഷന്മാര് നമ്മളുടെ ഇടയിലുണ്ടായില്ലേ? സ്വന്തം അഹങ്കാരം കൊണ്ട് മക്കൾക്ക് സങ്കടം ഉണ്ടാക്കുന്നവരെ. ഒരു ഇത്തിരി വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ മക്കളുടെ ജീവിതം സുരഭിലമാക്കാൻ കഴിയുന്ന അച്ഛന്മാര് ചെറിയ വാശിയിലൂടെ മക്കളുടെ ജീവിതം നശിപ്പിക്കുന്നത് നമ്മൾ എത്രയോ കാണുന്നുണ്ട് ഇല്ലേ? അവസാനം ശിവന്റെ വീരഭദ്രൻ വരുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ ആ കഥകളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ശിവന്റെ കോപമാണ് ഇവിടെ വന്നിട്ട് വീരഭദ്രനായി വന്നിട്ട് യജ്ഞത്തിൽ പശുവാലംബനം എന്ന് പറയുന്ന ക്രിയ നടന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം ദക്ഷൻ തന്നെ യജ്ഞ പശു ആയിട്ട് മാറുകയാണ്. അദ്ദേഹം പശുവാലംബനം, ആടിനെ വധിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാത്ത ആ സദസ്സില് ദക്ഷന്റെ തലയാണ് അവസാനം ഈ ആടിനെ വധിക്കുന്നത് പോലെ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പശുവാലംബനം നടത്തുന്നത് ദക്ഷനിലൂടെയായിപ്പോയി. പിന്നീട് ആ ദക്ഷന് അജത്തിന്റെ ആടിന്റെ തല വെക്കുകയാണ്. അവിടെയാണ് ശിവൻ, ബ്രഹ്മാവൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ ശിവൻ ശിക്ഷിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ജന്മത്തെ ഒരിക്കലും തന്റെ തെറ്റ് ദക്ഷൻ മറക്കില്ല, ഈ ആടിന്റെ തല ഉള്ളിടത്തോളം കാലം. ഭൃഗുവിന്റെ താടിമീശയും വലിച്ചിട്ടാണ് ഹായ് ഹായ് എന്ന് പറഞ്ഞ് ആസ്വദിച്ചിരുന്നത് ശിവനിന്ദ. ആ താടിമീശ പിഴുതെടുത്തിരുന്നു. ആ താടിമീശയ്ക്ക് പകരം ആടിന്റെ താടിമീശ വെക്കുമ്പോ ഇവിടെ തൊടുമ്പോ ആ മനുഷ്യൻ എന്നും തന്റെ തെറ്റോർമ്മ വരും. ഇങ്ങനെ എല്ലാവരും ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ശിവൻ ഈ ദക്ഷയാഗത്തിന് ഒരു അവസാനം കുറിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. ശിക്ഷയുമാണ് രക്ഷയുമാണ്. അജൻ എന്ന വാക്കിന് ജന്മമില്ലാത്തവൻ എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ഉയർത്തിയെടുക്കുകയാണ്. ഇനി ജന്മാന്തരങ്ങളില്ലാത്തവനായിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആരെ പോലെ? ബലിയെ പോലെ. ഇതുമാതിരി ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഹിരണ്യകശിപുണ്ട്, മഹാബലിയുണ്ട്. എന്ത് തെറ്റാ ചെയ്ത അദ്ദേഹം? ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. മിടുക്കനായിരുന്നു. പക്ഷെ അഹങ്കാരം ഉണ്ടായി. ഞാനെല്ലാം ദാനം ചെയ്യാൻ പോന്നവനാണെന്നും പറഞ്ഞുകൊണ്ടാണ് മഹാബലി വാമനാവതാരത്തില് നമ്മൾ കാണുന്ന കഥയിൽ കാണുന്നത്. ആ ബലിയുടെ തലയിൽ കാല് വെക്കുമ്പോ മലയാള ഭാഷയിൽ പറയണമാതിരി ചവിട്ടിത്താഴ്ത്തല്ല ചെയ്തത്. പാദം എന്റെ ശിരസിൽ വെക്കൂ എന്ന് പറയുമ്പോ ചവിട്ടിയിട്ട് സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്കും പിന്നീട് ഇന്ദ്രപദവിയിലേക്കും അടുത്ത ജന്മത്തിലും മോക്ഷത്തിലേക്കുമുള്ള ഒരു വിസ കൊടുക്കുകയാണ് യഥാർത്ഥത്തില് ഭഗവാൻ ചെയ്തത്. അപ്പൊ ഇവിടെ നിഗ്രഹം അല്ലെങ്കിൽ ശിക്ഷ പലപ്പോഴും അനുഗ്രഹമായി മാറുന്നത് നമുക്ക് കാണാം. കാരണം ഭഗവാൻ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ നന്മയാണ്. ഈ സതി പിന്നീട് സതി യോഗ വിസൃഷ്ടദേഹ താം ജന്മനെ ശൈലവധൂം പ്രഭേദേ. ആ സതിയുടെ സ്ഥിതി എന്തായിരുന്നു? അനന്തര ജന്മത്തിൽ പാർവതിയായിട്ട് മാറി. ഇന്ന് ലൗകിക ജന്മത്തിലേക്ക് സതി തിരിച്ചു വന്നതായിരുന്നു ശിവനിൽ നിന്ന്. ഭൗതിക ജീവിതത്തിലേക്ക് അച്ഛന്റെ വീട്ടിന്റെ ഉത്സവത്തിലേക്ക് തിരിച്ചു വന്നവളാണ് സതി. ഈശ്വരനിൽ നിന്ന് തിരിച്ചു വന്നവളാണ്. ഭക്തൻ ഈശ്വരനോട് അടുക്കുകയും പിന്നീട് ഈശ്വരനിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്ന എന്താ അർദ്ധവിരാമം എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥ സന്യാസിമാർക്കും സംഭവിക്കുന്നതാണ്. അർദ്ധവിരാമം. നമ്മൾ ഈശ്വരനിലേക്ക് കടന്ന ആ ഒരു ആധ്യാത്മിക അനുഭൂതി കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഈ സാധാരണ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ ആ ചിന്തയുടെ തരംഗ ദൈർഘ്യം കുറെ ഉയരത്തിലാണ്. പിന്നെ ഈ താഴേക്കിടയില് ജീവിക്കാൻ പറ്റില്ല. നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്ന ആള് അത് നിർത്തിയിട്ട് പിന്നെ വെജിറ്റേറിയൻ ഫുഡാക്കി. വർഷങ്ങളോളം വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധിക്കില്ല. അതുപോലെയാണ് സതിക്ക് തിരിച്ചു വന്നപ്പോഴാണ് ആത്മജ്ഞാനം ഉണ്ടായത്. അവിടത്തെ സുഖവും അവിടത്തെ ചിന്തയും ആ ശാദ്വല ഭൂമിയിലെ
നന്മകൾ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ പാർവതിയായപ്പോ കുട്ടിയായ പാർവതി തന്റെ ഹിമവാന്റെ എല്ലാ സുഖങ്ങളും അച്ഛന്റെ സുഖങ്ങളും മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് കൊച്ചുനാളിലെ തപസ്സിന് പോയി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ട് ശരീരം ക്ലേശിപ്പിച്ചിട്ട് ഈ ശിവനെ പ്രാപിച്ചത്. ലൗകികത്തിലേക്ക് ഈ ജന്മത്തിൽ തിരിച്ചു വന്നതിന്റെ പ്രായശ്ചിത്തമാണ് സതി. അടുത്ത ജന്മത്തിൽ ശിവന്റെ മുന്നിൽ തപസ്സനുഷ്ഠിച്ച് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ശിവൻ തന്നെയാണ് എന്റെ പതി എന്ന് വിചാരിച്ചിട്ട് തപസ് ചെയ്തത്. അങ്ങനെയാണ് അവള് ശിവനെ സ്വാധീനിച്ചതും ശിവനിൽ എത്തിപ്പെടുന്നതും. ഇവിടെ സതിയോ, സതി മരിക്കുമ്പോഴ്, സതി യോഗാഗ്നിയിൽ തന്റെ ശരീരം കളയുന്ന സമയത്ത് ശിവനെ മാത്രമാണ് മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത്. ശിവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് സതി ഈ കാര്യങ്ങൾ മുഴുവൻ ഈ യോഗാഗ്നിയിലേക്ക് കടന്നു കയറുന്നത്. അപ്പോ യാന്തേ മതിസാഗതി എന്ന് പറയുന്നുണ്ട് ഭീഷ്മരുടെ പ്രകരണത്തില്. വയസ്സുകാലത്ത് മരിക്കുന്ന സമയത്ത് എന്താണോ മനസ്സില്, അതിലേക്കാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് കടന്നു കയറുന്നത്. ജഡഭരതൻ മരിക്കുന്ന കാലത്ത് ആ മാൻകുട്ടിയോടുള്ള സ്നേഹം കാരണമാണ് മാൻകുട്ടിയായിട്ട് ജനിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മരിക്കുന്ന സമയത്ത് ശിവനെ മാത്രം മനസ്സിൽ വെച്ചത് കൊണ്ടാണ് പാർവതിയായിട്ട് വീണ്ടും ശിവനിലെത്താൻ കഴിയും. അപ്പോഴോ ഈ ജന്മത്തിലെ പാപപരിഹാരം അവിടെ സംഭവിക്കുകയാണ്. അവിടെ ശിവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പാർവതി, അല്ലെങ്കിൽ ശിവനാൽ സ്വീകരിക്കപ്പെട്ട പാർവതി തിരിച്ച് വീണ്ടും ശിവനിലേക്ക് നടന്നു പോവുകയും ആ ചാക്രീകത, ആ സൈക്കിള് പൂർത്തീകരിക്കുകയാണ്. ആദ്യം ശിവനിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും അവസാനം തെറ്റ് തിരുത്തി ശിവനിലെത്തുമ്പോഴാണ് ഈശ്വര അനുഭവം ഉണ്ടാകുന്നത്. ആ അനുഭവം ഉണ്ടാകുമ്പോഴാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാവുന്നത്. സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യൻ ആരാണ്? ലോകത്ത് ബ്രഹ്മത്തെ മുഴുവൻ നന്നായിട്ട് അറിയുന്നവനാണ്. അതാണ് ആ മകൻ. അപ്പൊ ആ പ്രകൃതിയുടെ നൈരന്തര്യം സന്തതിയിലേക്ക് ആവാഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പൂർണ്ണതയും സാഫല്യവും നേടാൻ സതിക്ക് സാധിച്ചത് സതി പാർവതിയായി മാറിയപ്പോഴാണ്. അതാണ് സതി ചെയ്യുന്ന പാപപരിഹാരം. സ്ത്രീയുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ അനുഭൂതി എന്ന് പറയുന്ന അമ്മയാണ് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. അല്ലെ, ആദ്യ അമ്മ, കുറച്ചും കൂടി കഴിഞ്ഞാലോ രാജ്ഞി, കുറച്ചും കൂടി കഴിഞ്ഞാലോ ശ്രീമൽ സിംഹാസനേശ്വരി. അതാണ് ത്രിഗുണമയിയായ പരാശക്തി. അതിലേക്ക് കടന്നു കയറേണ്ടവരാണ് ഭാരതത്തിലെ സ്ത്രീകള്. അതാണ് സതിയുടെ പ്രത്യേകത. തെറ്റ് തിരിച്ചറിയുകയും തിരിച്ച് ശിവസാന്നിധ്യത്തിലേക്ക്, ഈശ്വരനിലേക്ക് ചേർന്ന് ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ പൂർണ്ണത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഭാരതത്തിലെ സ്ത്രീ സങ്കല്പത്തിന്റെയും പുരുഷ സങ്കല്പത്തിന്റെയും പൂർണ്ണത. കാരണം സ്ത്രീയുടെ പൂർണ്ണത പുരുഷനിലൂടെയും പുരുഷന്റെ പൂർണ്ണത സ്ത്രീയുടെയുമാണ്. സതി നടന്ന് ഇറങ്ങി വന്നപ്പോ എന്താ സംഭവിച്ചത്? നിർഗുണനായ ശിവൻ, ശാന്തനായ ശിവൻ, സന്തുലിതമായ മനസ്സുള്ള ശിവൻ. ആ ശിവന്റെ സന്തുലനം നഷ്ടപ്പെട്ടു. ഒരു കാലിന് അടി കൊണ്ടത് മാതിരിയായി പോയി സതി വന്നപ്പോ. അപ്പൊ എന്തായി? ശിവൻ ഇളകി. ശിവന്റെ സന്തുലനം നഷ്ടപ്പെട്ടു. നിർഗുണാവസ്ഥയിൽ നിന്ന് ഗുണാവസ്ഥയിലേക്ക് കടന്നു. ശിവന്റെ ഗുണം തമോ ഗുണമാണ്. ആ തമോ ഗുണത്തിലേക്ക് വന്നപ്പോഴാണ് വീരഭദ്രനുണ്ടായി, അക്രമങ്ങളുണ്ടായി, നാശമുണ്ടായി. ഇതെല്ലാം കാരണം ആരായിരുന്നു? പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. സതി ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ, ശിവനെ വിട്ട് സതി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തങ്ങളൊന്നും സംഭവിക്കുമായിരുന്നില്ല. അപ്പൊ സ്വന്തം ഭർത്താവിനെ വിട്ട് ഇറങ്ങി വരുന്ന സതി യഥാർത്ഥത്തിൽ സ്വന്തം ഭർത്താവിന്റെ ശാന്തി കളഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ മനസ്സ് കലുഷമാക്കി തീർന്നില്ല. സ്വന്തം പിതാവിന്റെ ജീവിതം നശിപ്പിച്ചു. ലോകക്ഷേമത്തിന് വേണ്ടി നടത്തേണ്ട ഒരു യാഗം അപൂർണമാക്കി തീർത്തി. ഇത് മുഴുവൻ സതിയുടെ ഈഗോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒന്ന് ശിവൻ, ദക്ഷന്റെ ഐ ഡു മെന്റാലിറ്റി, ചിന്മയാനന്ദച്ചിയുടെ ഭാഷ പറഞ്ഞാല് ഞാനാണൊക്കെ ചെയ്യണം, ഞാൻ തന്നെയാണെന്നുള്ളൊരു ഭാവം. ഇപ്പുറത്ത് സതിക്കോ ഞാൻ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഭൗതികതയോടുള്ള, ശ്രേയസ്സിനോടുള്ള താല്പര്യം, പ്രേയസിൽ നിന്ന് ശ്രേയസിലേക്ക് കടക്കാനുള്ള താല്പര്യം. അപ്പൊ സതി ഇറങ്ങി വരുന്നപ്പോഴാണ് അവിടെ ധർമ്മം അധർമ്മമായി മാറുന്നത്, ശാന്തി അശാന്തിയായി മാറുന്നത്, അവിടെ കോളിളക്കങ്ങൾ ഉണ്ടാകുന്നത്. സ്ത്രീ പ്രകൃതിയാണ്, സ്ത്രീ ശക്തിയാണ്, സ്ത്രീയാണ് സമൂഹത്തിന്റെ താള ലയ വിന്യാസങ്ങളെ ഭംഗിയോടെ ക്രമീകരിക്കേണ്ടവിടെ. കാരണം ധർമ്മം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതം നൽകിയിട്ടുള്ളത് സ്ത്രീക്കാണ്. ധർമ്മം സംരക്ഷിക്കുക, ശാന്തി നിലനിർത്തുക, സമൂഹത്തിന്റെ സന്തുലനം ഉറപ്പാക്കുക, ഇതാണ് സ്ത്രീയുടെ ദൗത്യം.
സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാതൽ അതാണ്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സമന്വയവും സന്തുലനവുമാണ് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒരുപോലെ സമാധാനവും സന്തുലനവും ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സതി വിട്ടുപോരുമ്പോൾ ശിവനുണ്ടാകുന്ന ആത്മസംഘർഷവും അതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളും. അവിടെ നമ്മൾ സ്ത്രീ പുരുഷന്റെ പരസ്പര ആശ്രിതത്വമാണ് കാണുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പരം മേൽവിലാസങ്ങളായിട്ട് മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ധർമ്മം നിവർത്തിക്കുന്നവളാണ് സ്ത്രീ. അതുകൊണ്ടാണ് സ്ത്രീനെ ധർമ്മപത്നി, സഹധർമ്മിണി എന്നൊക്കെ പറയണത്. ധർമ്മഭർത്താവ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ധർമ്മപതി എന്നൊക്കെ, ധർമ്മപുത്രനുണ്ട്, പക്ഷെ ധർമ്മഭർത്താവ് എന്നൊന്നും നമ്മൾ അങ്ങനെ കേട്ടില്ലവോ. ഇനിയിപ്പോ പുതിയ സാഹിത്യകാരന്മാര് പുതിയ ഭാഷയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സ്ത്രീ ധർമ്മം നടപ്പാക്കേണ്ടവളാണ്. അതുകൊണ്ടാണ് രാമായണത്തിന്റെ താളുകളിലെ ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? ധർമ്മം നടപ്പാക്കിയ ഒരമ്മ ആരാ? രത്നാകരന്റെ ഭാര്യയായിരുന്ന കാട്ടാളത്തി. കൗസല്യ സുമിത്ര ഒന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അവർക്കൊക്കെ പുറത്ത് നമ്മൾ കാണാത്ത ഒരു സ്ത്രീ, നമുക്ക് പേര് പോലും അറിയാത്തൊരു കാട്ടാളത്തി, സംസ്കാര വിശേഷമില്ലാത്ത അക്ഷരാഭ്യാസമില്ലാത്ത ആദിവാസിയും കാട്ടാളത്തിയുമായ ഏതോ ഒരമ്മ വെച്ച് വിളമ്പി ഭാരതത്തിന്റെ കാടകങ്ങളിൽ എവിടെയോ ഒരു കുപ്പാടവുമായി ജീവിച്ചവള് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഈ വേദാന്ത തത്വം ഭാരതത്തിന്റെ കാടകങ്ങളിൽ നിന്ന് വായുവിലൂടെയും വെള്ളത്തിലൂടെയും വലിച്ചെടുത്ത ആ കാട്ടാളത്തി അവരൊരു അമ്മയാണ്, മാതൃകാ സ്ത്രീ. ത്രേതായുഗത്തില് വാൽമീകി നമുക്ക് തന്നൊരു മുത്ത്. ആ സ്ത്രീ പറഞ്ഞതുകൊണ്ടാണ് വാൽമീകി രാമനാമം ജപിച്ച് ശരീരബോധത്തിന്റെ മൺപുറ്റ് തട്ടിയെറിഞ്ഞ് ആത്മബോധത്തിന്റെ മഹർഷിത്വത്തിലേക്ക്, ബ്രാഹ്മണ്യത്തിലേക്ക് നടന്നു കയറിയത്. തന്റെ ജീവിതത്തില് തന്റെ ഭർത്താവിനെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോൾ ഈ കാട്ടാളത്തി ധർമ്മപത്നിയായി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സ്വന്തം ഭർത്താവിന് ഒരേ ജന്മത്തിൽ, കാട്ടാള ജന്മത്തിൽ നിന്ന് മഹർഷിയുടെ ബ്രാഹ്മണന്റെ 2ാം ജന്മം സമ്മാനിച്ചപ്പോൾ ഈ ധർമ്മപത്നി അവിടെ അമ്മയായി മാറി. ഒരേ സമയം ഭാര്യയും അമ്മയുമായി മാറിക്കൊണ്ട് ധർമ്മം നിലനിർത്താനുള്ള വ്യഗ്രത കാണിച്ച ആ ധർമ്മബോധം ഉൾക്കൊണ്ട സ്ത്രീയാണ് ഭാരതത്തിന്റെ സ്ത്രീ. ഭാരതത്തിന്റെ നട്ടെല്ല് ആ സ്ത്രീയാണ് ഭാരതത്തിൽ ധർമ്മം നിലനിർത്തുന്നത്, ഭർത്താവിനോട് കൂടെ ചേർന്നുകൊണ്ട്. അപ്പൊ ഭർത്താവിനെയും കുടുംബത്തെയും സമൂഹത്തെയും നിലനിർത്താനും നയിക്കാനുമുള്ള ബാധ്യതയാണ് സ്ത്രീക്കുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീ ആദരണീയയായി മാറിയത്. സതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആദരണീയ എന്നാണ് സതി എന്നുള്ള വാക്കിന്റെ അർത്ഥം. സീയതേ, ആദരിക്കപ്പെടുന്നവൾ എന്നാണ് സതി എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്ത്രീയുടെ ആദരണീയത ഇന്ന് നമ്മൾ കാണുന്നുണ്ടോ? ദക്ഷയാഗം നമ്മൾ പഠിക്കുന്നുണ്ട്, ശ്രീരാമചരിതം നമ്മൾ പഠിക്കുന്നുണ്ട്, സതിയെ നമ്മൾ കാണുന്നുണ്ട്, പാഞ്ചാലിയെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. പക്ഷെ എന്തുമാത്രം ആദരവ് പണ്ട് ആദരവ് കൊടുത്തിരുന്ന ഭാരതത്തിൽ ഇന്ന് സ്ത്രീക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പത്രങ്ങൾ നോക്കിയാൽ നമ്മള് ഇന്ന് കറുത്ത കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. വായിക്കാൻ പറ്റില്ല കണ്ണ് നിറഞ്ഞുകൊണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്ത്രീയോടുള്ള ഇവിടുത്തെ പെരുമാറ്റം. അതുകൊണ്ടാണ് ഈ മൂല്യബോധങ്ങള് നമ്മുടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പേരുപോലും ആദരണീയ എന്ന അർത്ഥത്തിൽ ഇട്ടവരാണ് സ്ത്രീക്ക് പഴയ ഭാരതീയര്. ആ ആദരവ് നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലുണ്ടായാൽ മാത്രമേ ഇന്ന് കാമത്തിന്റെ ഉപഭോഗ വസ്തുവായി സ്ത്രീയെ കണക്കാക്കുന്നവർ ഒരിത്തിരി മാറി നിൽക്കൂ. അമ്മയായിട്ട് ഒരു സ്ത്രീയെ കാണാൻ കഴിഞ്ഞാൽ അവരോട് കാമക്കണ്ണ് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സുമിത്ര മകനോട് പറഞ്ഞത്, ജ്യേഷ്ഠന്റെ ഭാര്യയെ എന്നെ പോലെ അമ്മയെ പോലെ കരുതണമെന്ന്. വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഭർത്താവിന്റെ സഹോദരന്മാരുണ്ടായിരിക്കും ആ വീട്ടിൽ. അവരെ ഏടത്തി അമ്മേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന് വിളിക്കുന്നത് മനഃശാസ്ത്രപരമായ ഒരു സമീപനാണ്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ അമ്മയായി കാണുമ്പോൾ ആ സ്ത്രീയെ ഒരിക്കലും കാമക്കണ്ണുകൊണ്ട് നോക്കാൻ പറ്റില്ല. അങ്ങനെ സമൂഹത്തിൽ സദാചാരവും സ്ത്രീയുടെ സുരക്ഷയും ഉറപ്പുവരുത്തിയ ഒരു സ്ഥലമാണ് നമ്മള്. കുമാരി പൂജ നടത്തിയവരാണ് നവരാത്രിക്ക് നമ്മള്. ഓരോ പ്രായത്തിലുള്ള 3 വയസ്സോ 6 വയസ്സോ 9 വയസ്സോ 14 വയസ്സോ ഒക്കെ ഉള്ള സങ്കല്പ രൂപത്തില് ദേവീ പൂജ നടത്തുമ്പോ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ഭംഗിയായി അലങ്കരിച്ച് കുമാരി പൂജ നടത്തും. എന്തിനാ പൂജ നടത്തിയത്? ദേവിക്ക് പകരം വെച്ച് പെൺകുട്ടികളെ ഉണ്ടാക്കിയത് എന്തിനാണ്? ആ പൂജ നടക്കുമ്പോ
ആ പ്രായത്തിലുള്ള വളരുന്ന പെൺകുട്ടികള് ഒരു നാട്ടില് പൂജയ്ക്ക് വിധേയരായി പീഠങ്ങളിൽ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടികളെ കാണുന്ന ആ നാട്ടിലെ പുരുഷന്മാർക്ക് നൈമിഷികമായി താൽക്കാലികമായെങ്കിലും മനസ്സിലൊരു തോന്നല് വരും, ഇവര് ദേവിമാരാണ്. അടുത്ത വർഷം ഇതേ പൂജ ആവർത്തിക്കുമ്പോ അവരുടെ മനസ്സിൽ വീണ്ടും ഒരു തോന്നല് വരും, ഈ പെൺകുട്ടികള് ദേവിമാരുടെ പ്രതിനിധികളോ പ്രതീകങ്ങളോ ആണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ വളരുന്ന പെൺകുട്ടികളെ ദേവിയാണ് എന്ന് ഒരിക്കലെങ്കിലും കുറച്ച് നിമിഷത്തേക്കെങ്കിലും സങ്കൽപ്പിച്ച് അവരെ കണ്ടവർക്ക് ദേവിയിൽ നിന്ന് അന്യയായി പച്ച ഇറച്ചിയായി അവരെ കാണാൻ സാധിക്കില്ല. ഇത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സേഫ്റ്റി വാൽവ് തിയറി. നമ്മുടെ പ്രഷർ കുക്കറിന് ഒരു സേഫ്റ്റി വാൽവ് ഇടുന്നത് പോലെ സമൂഹ മനസ്സിന് ഒരു സേഫ്റ്റി വാൽവായിരുന്നു അത്. സമൂഹത്തിലെ പെൺകുട്ടികളെ മോശമായി കാണാതിരിക്കുക, സതിമാരായി കാണാതിരിക്കുക. അതുകൊണ്ടാണ് സതി 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 എന്ന് പെണ്ണിനെ പറയുന്നത്. ആദരണീയയായവൾ ആദരണീയയായവൾ. പക്ഷേ സംസ്കൃതം നമ്മൾ പഠിക്കാറില്ലാത്തത് കൊണ്ട്, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടക്കാറില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. സതി സതി മാത്രമായി നമുക്ക്, അല്ലെങ്കിൽ ഉടന്തടി ചാടുന്നവളായി. യഥാർത്ഥത്തിൽ ഉടന്തടി ചാടലായിരുന്നോ ഭാരതത്തിന്റെ തത്വം? ഉടന്തടി ചാടല. ഇവിടുത്തെ സതി യോഗാഗ്നയിൽ നശിച്ചത് സ്വന്തം തെറ്റിന്റെ പ്രായശ്ചിത്തമാണ്, അച്ഛന്റെ തെറ്റിന്റെ പ്രായശ്ചിത്തമാണ്. ഇട്ടെറിഞ്ഞു വന്ന ഭർത്താവിനോട് താൻ ചെയ്ത കൊടും ചതിയുടെ വഞ്ചനയുടെ ആ തിക്തഫലം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ്. പക്ഷേ ഉടന്തടി ചാടലായിരുന്നില്ല നമ്മളുടെ ലക്ഷ്യം. സത്യവാനും സാവിത്രിയും ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. ഭർത്താവ് 1 വർഷത്തിനകം മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, വൈധവ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സത്യവാനെ പരിണയിച്ചവളാണ് സാവിത്രി. ആ സാവിത്രി സത്യവാൻ മരിച്ചപ്പോഴേ കൂടെ ഉടന്തടി ചാടുക അല്ല ചെയ്തത്. മൃത്യുദേവനെ പ്രത്യക്ഷപ്പെടുത്തി, ധർമ്മരാജാവിനെ. ആരെയാ പ്രത്യക്ഷപ്പെടുത്തിയത്? മൃത്യുവിന്റെ അധികാരി ധർമ്മരാജനാണ്. ധർമ്മമാണ് മരണം പോലും. ആ ധർമ്മരാജാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ആ ധർമ്മരാജനോട് സാധ്വിയായ സാവിത്രി ചോദിച്ചത് 3 വരങ്ങൾ. എന്തൊക്കെയായിരുന്നു? എന്റെ ഭർത്താവിന്റെ അച്ഛന് കണ്ണു കാണാറാകണം. ആദ്യം ചോദിച്ചത് അതാണ്. സ്വന്തം കാര്യം ചിന്താബാധ ആയിരുന്നില്ല. ഭർത്താവിന്റെ അച്ഛന് കണ്ണു കാണാറാകണം. പിന്നെയോ, എന്റെ ഭർത്താവിന്റെ അച്ഛന് 100 കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. എനിക്ക് എന്റെ ഭർത്താവിന്റെ എല്ലാ ഗുണഗണങ്ങളുമുള്ള 100 കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. ഭർത്താവ് ജീവിക്കാതെ എങ്ങനെയായി അതേ ഗുണമുള്ള ആൾക്കാരെ ജനറ്റിക്കായിട്ട് നമുക്ക് DNA ടെസ്റ്റ് ചെയ്യുമ്പോ സംഗതി ശരിയാവണമെങ്കിൽ ഈ ഭർത്താവ് തന്നെ വേണമല്ലോ. ഈ യമനെ പൊട്ടനാക്കിക്കൊണ്ട് ബുദ്ധിമതിയായ സാവിത്രി തന്റെ ആഗ്രഹങ്ങള് നേടിയെടുത്തു. അതും പെൺബുദ്ധിയാണ്. അങ്ങനെ സവിതാവിന്റെ സത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സത്യൻ സൂര്യനാണ്, ഈശ്വരനാണ്, കർമ്മസാക്ഷിയാണ്. ആ സൗരോർജത്തിന്റെ എല്ലാ പ്രഭാവവും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടാതെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നവളാണ് സാവിത്രി. തമസോമ ജ്യോതിർഗമയ എന്ന തത്വം. സത്യൻ സൂര്യനാണെങ്കിൽ ആ സൂര്യപ്രകാശം, ആ പ്രകാശം ഈ ഭൂമിയിൽ നിന്ന് അന്യം വരരുത്. ഭൂമിയിൽ എന്നും സൂര്യഗ്രഹണം ഉണ്ടാകരുത്. ആ സൂര്യശോഭയുടെ ശ്രേയസ് ഈ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഭൂമിയെ സ്വർഗസുന്ദരമാക്കി മാറ്റുകയാണ് എന്റെ കർത്തവ്യം എന്ന് തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് സാവിത്രി, സവിതാവിന്റെ ഊർജമായവൾ, സൂര്യ തേജസ്സിന്റെ പ്രഭാവമണ്ഡലമായവൾ. അവള് ആ നന്മയെ തിരിച്ചു കൊണ്ടുവന്നു. നന്മയ്ക്കൊപ്പം കാട് കയറുകയല്ല ചെയ്തത്. അതാണ് ഭാരതത്തിലെ സ്ത്രീ. അവിടെയാണ് സ്ത്രീ പുരുഷ സാമ്യം നമ്മൾ കാണുന്നത്. സ്ത്രീയിലൂടെയും പുരുഷനിലൂടെയും മക്കളിലൂടെയും, മക്കളെ ഉണ്ടാക്കിയെടുക്കാന്ന് ശ്രീമാത, മക്കളിലൂടെയും പ്രപഞ്ചത്തെ നിലനിർത്താനുള്ള, പ്രപഞ്ചത്തിന് ശ്രേയസ് പകരാനുള്ള, നന്മ പകരാനുള്ള, ഗുണഗണങ്ങൾ പകരാനുള്ള ബാധ്യത, ആ പൂർണ്ണതയാണ്. നമ്മളിപ്പോ ലളിതാ സഹസ്രനാമം എടുത്താല് കാട് കയറണു തോന്നണോ? വാമനയന വരദ വാമനയന എന്ന് പറയൂല്ലേ നമ്മള്. വാമഞ്ച ഭംഗി, സംഗതി ശരിയാണ്, ദേവിക്ക് ഭംഗിയുള്ള കണ്ണാണ്. വാമം എന്ന് പറഞ്ഞ ഇടത്തെ ഭാഗം എന്നൊരു അർത്ഥമുണ്ട്. ഈ വാമനയന എന്ന് ദേവിയെ, പരാശക്തിയെ വിളിക്കുമ്പോ ഈ ഇടത്തെ ഭാഗത്തെ കണ്ണ് മാത്രമുള്ളവളെ എന്നാണ് നമ്മൾ വിളിക്കുന്ന ഒറ്റക്കണ്ണി. ഒരു കുഴപ്പമില്ല, വളരെ ഭക്തിയോടെ നമ്മൾ വിളിക്കുന്നത്. കാരണം അതിൽ തെറ്റില്ല. സത്യം എപ്പോഴും ദൈവം അംഗീകരിക്കും. വാമനയന ഇടത്തെ കണ്ണുള്ളവളാ. ആ വലത്തെ കണ്ണ് എവിടെ പോയി? അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ ഇടത്തെ ഭാഗത്ത് ശരീരം ദേവിയുടെയും വലത്തെ ഭാഗത്ത് ശരീരം ശിവന്റെയാണ്. അപ്പൊ വലത്തെ കണ്ണ് ആരുടെയാണ്? ശിവന്റെ കണ്ണാണ്. അപ്പൊ ശിവന്റെ കണ്ണാണ് വലത്തെ കണ്ണ്, ദേവിക്ക് ഇടത്തെ കണ്ണ് മാത്രമാണ്. പക്ഷേ കാണുന്നത് എങ്ങനെയാ ലോകത്തിന്? ഇടത്തെ കണ്ണിലൂടെയും വലത്തെ കണ്ണിലൂടെയും കൂടി, അല്ലാണ്ട് ഇടത്തെ ഭാഗത്ത് വേറൊരു കാഴ്ചയും വലത്തെ ഭാഗത്ത് വേറൊരു കാഴ്ചയല്ല. 2 കണ്ണിലൂടെയും കാണുന്നത്. അപ്പൊ ഭാരതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? സമഗ്രമായ ലോകവീക്ഷണം. സ്ത്രീപക്ഷമല്ല, പുരുഷപക്ഷമല്ല. ഒരേ സമയം സ്ത്രീയുടെയും പുരുഷന്റെയും കണ്ണിലൂടെ,
ഒരേ സമയം സ്ത്രീയുടെയും പുരുഷന്റെയും കണ്ണിലൂടെ സമഗ്രമായ ഒരു പ്രപഞ്ച വീക്ഷണം സാധ്യമാക്കിയെടുത്ത ഏതെങ്കിലും ഒരു ചിന്താഗതി ഈ സൂര്യന് താഴെയുള്ള ഭൂമണ്ഡലത്തിലുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ മാത്രമാണ്, ഭാരതത്തിൽ മാത്രമാണ്, ഭാരതത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് വാമനയനയും ദക്ഷിണാമൂർത്തിയുമായി നമ്മൾ ശിവശക്തി ചൈതന്യങ്ങളെ അനുസ്മരിക്കുന്നത്. ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് പറയുന്നത്. ആ ശിവശക്തി ഐക്യരൂപിണികളായിരുന്നു സതിയും ശിവനുമെങ്കിൽ സതിക്ക് ഔന്നത്യത്തിലെത്താൻ കഴിയാത്തപ്പോൾ ഒരു ജന്മത്തിന്റെ പാപപരിഹാരത്തിലൂടെ അവർ ഒരിക്കൽ കൂടി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരുകയാണ് ശിവനിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചെത്താൻ. അതാണ് സതി, അതാണ് പാർവതി. സതിയായ പാർവതി, സതിയായ സതി യോഗവിശിഷ്ടമായ ദേഹം കൊണ്ട് അടുത്ത ജന്മത്തിൽ ശിവനെ ഹിമവാനെ പ്രാപിച്ചു എന്ന് കാളിദാസൻ പറയണത്. ആരാണ് ദക്ഷിണാമൂർത്തി? ഇനി തിരിച്ചു അതും കൂടി ഒന്ന് നോക്കാം. ഏതായാലും ഇത്രയായി, സമയം കഴിയാറായി. അപ്പോ ദക്ഷിണാമൂർത്തി എന്ന് പറയൂലേ, വലത്തെ ഭാഗമാണ് ദക്ഷിണഭാഗം. ഈ വലത്തെ ഭാഗം മാത്രം ശരീരമുള്ളവനാണ് ശിവൻ. ശിവശക്തി ഐക്യത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പം. നേരത്തെ പറഞ്ഞു വാമനയന, ഇടത്തെ ഭാഗം സ്ത്രീ. വലത്തെ ഭാഗത്തെ ശരീരം ആരുടെയാണ്? ദക്ഷിണഭാഗം മാത്രം മൂർത്തിയായ ശരീരമായ ശിവൻ. ആ ദക്ഷിണാമൂർത്തി ആരാണ്? വടക്ക് നിന്ന് തെക്കോട്ട് തിരിഞ്ഞിരുന്ന ജ്ഞാനം മുഴുവൻ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യനായ ഗുരുനാഥനായ ശിവൻ. അപ്പൊ ഗുരുനാഥനായ രൂപത്തിൽ ആയിരക്കണക്കിന് പേരുകളുള്ള ശിവനെ ശംഭുവെന്നും ശങ്കരനെന്നും ശിവനെന്നും നീലകണ്ഠനെന്നും പിനാകി എന്നും ഭവനെന്നും തുടങ്ങി ആയിരക്കണക്കിന് പേരുകൊണ്ട് ചിത്രീകരിക്കപ്പെടുന്ന ശിവനെ ആചാര്യസ്ഥാനത്ത് ഗുരുസ്ഥാനത്തിലെത്തി ജ്ഞാനം പകർന്നു കൊടുക്കുന്ന അവസരത്തിൽ എന്തേ ഈ ഒരു പേര് മാത്രം കൊടുത്തത് ദക്ഷിണാമൂർത്തി? വേറെ പേരില്ലാഞ്ഞിട്ടായിരുന്നോ? അല്ല. എന്തേ ആചാര്യന്മാർ ഈ ഒരൊറ്റ പേര് കൊടുത്തത് ദക്ഷിണാമൂർത്തി? എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണായില്ലേ തെക്കോട്ട് തിരിഞ്ഞോണ്ട് ഒരു ദക്ഷിണാമൂർത്തി? കാരണം ദക്ഷിണാമൂർത്തി വലം ഭാഗം മാത്രം പാതി ശരീരമുള്ളവനാണ്, മറ്റേ പാതി സ്ത്രീയുമായി സമ്മിളിതനാണ്. ആ സ്ത്രീ പുരുഷ ഐക്യത്തിൽ നിന്ന് ശിവപക്ഷത്തിലൂടെയും സ്ത്രീപക്ഷത്തിലൂടെയും ലോകത്തെ നോക്കിയാൽ മാത്രമേ സമഗ്രമായ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ജ്ഞാനം സിദ്ധിക്കുള്ളൂ. ഗുരുത്വം, ഗൗരവമുള്ള ചിന്തകള്, പൂർണമായ ജ്ഞാനം കിട്ടുന്നവനെ പൂർണനായ ഗുരുനാഥനായി മാറുന്നുള്ളൂ. പൂർണനായ ഗുരുനാഥനാകണമെങ്കിൽ പൂർണമായ ജ്ഞാനം കിട്ടണം. പൂർണമായ ജ്ഞാനം കിട്ടണമെങ്കിൽ സ്ത്രീയുടെ കണ്ണിലൂടെയും പുരുഷന്റെ കണ്ണിലൂടെയും നോക്കണം. അതിന് സ്ത്രീ പുരുഷ സാമഞ്ജസ്യം അനിവാര്യമാണ്. അതുകൊണ്ട് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ശിവ സങ്കല്പത്തിന് മാത്രമേ ഗുരുനാഥനാകാനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് ദക്ഷിണാമൂർത്തി ആചാര്യസ്ഥാനത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ആചാര്യ പരമ്പരകൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ദക്ഷനോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ദക്ഷന്മാരുണ്ടല്ലേ, ഇന്നും കാണുന്നില്ലേ ദക്ഷൻ? സംസ്കാരത്തെ നിഷേധിക്കുന്നവൻ ദക്ഷനാണ്, അഹങ്കാരിയായവൻ ദക്ഷനാണ്, തൻ പ്രമാണിത്തമുള്ളവൻ, തൻ പോരിമയുള്ളവൻ ദക്ഷനാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഞാനടക്കമുള്ള ഒരുപാട് പേര് പല പല കാര്യങ്ങളിൽ ദക്ഷന്മാരാണ്. നമ്മളുടെ മഹർഷിമാര് എത്രയോ കാലമായി വിരചിച്ചെടുത്ത് ഒരു കൂട്ടിയെടുത്ത ആ ഒരു സംസ്കാരമുണ്ട് നമുക്ക്. നമ്മുടെ ഒരു പൈതൃകം അരണ്യന്തര ഗഹുരോദര തപസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലേ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരില ചൈതന്യമേൻ ദർശനം എന്ന് വയലാർ പാടിയതും ഈ മഹാന്മാരെ കുറിച്ചാ. ആ ഋഷിമാര് നമുക്ക് തന്ന ഒരു ജീവിത ചിത്രമുണ്ട്, ഒരു ജീവിത രൂപകൽപ്പന. അതാണ് നമ്മുടെ സംസ്കാരം, അതിലാണ് നമ്മുടെ ഈശ്വര സങ്കല്പം, അതിലാണ് നമ്മുടെ ഭക്തി, അതിലാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങള്. ഇതിനെയൊക്കെ കൊഞ്ഞനം കുത്തുന്നവര് ഇന്നത്തെ ആധുനിക ദക്ഷന്മാരാണ് അല്ലേ. നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവൻ ജനനന്മയ്ക്കും ലോക നന്മയ്ക്കുമാണ്. അതാണ് നമ്മുടെ ആചാരങ്ങൾ. അത് അനാചാരങ്ങളായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ തെറ്റ്. പക്ഷെ ഈ ആചാരങ്ങളെ പോലും ഭർസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പടി ഘടകങ്ങളെ നമുക്കിന്ന് കാണാം. എല്ലാറ്റിനെയും മോശമായി ചിത്രീകരിക്കുന്നവരില്ലേ. ചെറിയൊരു ഉദാഹരണം പറയാം. യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പരസ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ എതിർത്തത് കൊണ്ട് അതിപ്പം വരാറില്ല. മാസങ്ങൾക്ക് മുൻപ് അത് നിർത്തിച്ചു. എന്തായിരുന്നു ആ പരസ്യം? ഒരു ആള് നിന്നിങ്ങനെ തുഴ, എന്നിട്ട് അയാള് ഒരു തേങ്ങ എടുത്ത് കല്ലിൽ തേങ്ങ ഉടച്ചു. നമ്മൾ തേങ്ങ ഉടക്കില്ലേ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയായി ഉടയ്ക്കാന്ന് പറയണ മാതിരി നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരാൻ നമ്മുടെ ശരീരം തേങ്ങയായും, അപ്പൊ നെയ്യാണെങ്കിൽ നെയ്യ് അതിന്റെ ഉള്ളിൽ നിറച്ച ആത്മാവായിട്ടും, അങ്ങനെ നമ്മൾ ഇപ്പൊ നെയ്യല്ല സാധാരണ തേങ്ങ ഉടയ്ക്കും. ഈ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തീർക്കണേന്ന് പറഞ്ഞ് ഭഗവാന്റെ കല്ലില് ഉടയ്ക്കും. അത് നമ്മൾ പവിത്രമായ ഒരു കല്ലായിട്ടാണ് അല്ലേ ഉപയോഗിക്കുന്നത്. ഭഗവാന്
മുമ്പില് ഈ കല്ലിൽ തേങ്ങ ഉടക്കി, അടുത്ത ഈ പരസ്യത്തില് ഒരാൾ തേങ്ങ ഉടച്ചു. അപ്പൊ ഒരാൾ ഇങ്ങനെ നിന്ന് കുറച്ചു നേരം തൊഴുതു നിന്നു, പോക്കറ്റിൽ നിന്ന് ഒരു മൊബൈൽ എടുത്ത് ഈ കല്ലുമ്പിലേക്ക് ഒരൊറ്റ ഏറ്, അത് അങ്ങോട്ട് തകർന്നു. പരസ്യം അശരീരി പോലെ പശ്ചാത്തലത്തിൽ നിന്നൊരു പരസ്യവാചകം. പഴയ മൊബൈലുകൾ കളയാൻ എന്തൊക്കെ സംവിധാനം! ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന് നമ്മുടെ ക്ലേശങ്ങളും പ്രാരബ്ധങ്ങളും ഭഗവാനെ ഇത് തീർക്കണേ എന്നും പറഞ്ഞ് മുട്ടറത്തുകൊണ്ട് എറിയുന്ന തേങ്ങ ഏത് കല്ലിൽ ഉടയ്ക്കുന്നുവോ ആ പരമപവിത്രമായ കരിങ്കല്ലില് ആർക്കും വേണ്ടാത്ത പഴയ വേസ്റ്റായ ഉപയോഗശൂന്യമായ ഒരു മൊബൈൽ വെളപ്പിൽ ശാലയിൽ കൊണ്ടുപോയി തള്ളേണ്ട സാധനം. ഇതിനെ മാലിന്യം എന്നാണ് നമ്മൾ പറയാ, ആവശ്യമില്ലാത്തതിന് വേസ്റ്റ്. അതുടച്ചു. കഴിഞ്ഞോ? തീർന്നില്ല. ഇതുകൊണ്ടേ പരസ്യത്തിന് ഒരു രണ്ടാം ഘട്ടം. ഒരു വലിയ ഹോമകുണ്ഡം, ഒരാളിരുന്ന് ഈ ഹോമകുണ്ഡത്തിലേക്ക് ഹവിസ് അർപ്പിക്കുകയാണ്, പൂജ ചെയ്യണു. ഒരു സഹായി ഓരോന്ന് എടുത്ത് കൊടുക്കണു. അയാൾ നെയ്യെടുത്ത് കൊടുക്കണു, ഇയാൾ അർച്ചിക്കണം. അയാള് പിന്നെ മലരെടുത്ത് കൊടുക്കണു, ഇയാൾ അർച്ചിക്കണം. അർച്ചിക്കുന്നതിന്റെ ഇടയിൽ ഈ സഹായിയായ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ മൊബൈല് അതെടുത്ത് കൊടുത്തു. ഈ അർച്ചിക്കുന്ന അർച്ചകൻ ഇതിട്ടു ഈ ഹോമകുണ്ഡത്തിൽ. കടകടകടകോന്നും പറഞ്ഞ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു മൊബൈല്. പശ്ചാത്തലത്തിൽ നിന്ന് പരസ്യം. പഴയ മൊബൈലുകൾ കളയാൻ എന്തൊക്കെ സംവിധാനം! എന്താ ഹോമകുണ്ഡത്തിലേക്കാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. നമ്മളുടെ ഹോമകുണ്ഡം എന്താണ്? യാഗം ചെയ്യണു, യജ്ഞം നടത്തണു, ഗണപതി ഹോമം നടത്തണു. ഇതൊക്കെ ലോക നന്മയ്ക്കാണ്, പരിസര നന്മയ്ക്കാണ്, ഭൗതികവും ആധ്യാത്മികവുമായ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിന്റെയും പിറകിൽ ഓരോ സങ്കല്പമുണ്ട്. നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഇങ്ങനത്തെ ഒരു ഹോമകുണ്ഡത്തിലെ പവിത്രമായ സാധനങ്ങൾ അർച്ചിക്കേണ്ട ഹോമകുണ്ഡത്തിലേക്കാണ് ആർക്കും ആവശ്യമില്ലാണ്ട് വലിച്ചെറിയേണ്ട ഒരു മാലിന്യം, ഒരു പാഴ് വസ്തു വലിച്ചെറിഞ്ഞത്. ഇതിൽ കൂടുതൽ നമ്മളെ മോശമാക്കാൻ പറ്റുമോ? നമ്മളുടെ ആചാരങ്ങളെ, നമ്മളുടെ ആചാരസ്ഥാനങ്ങളിലേക്ക് നിന്ദിക്കും. ഇതിനാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന് പറയുന്ന ഒരു ശീർഷകം രാമായണത്തിൽ കണ്ടത്. വിശ്വാമിത്രൻ യാഗം നടത്തുമ്പോ ആ പരിസരം രക്തം, മലം, മാംസം തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ മൂത്രം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് അശുദ്ധമാക്കി മാരീചനും സുബാഹുവും. അവരെ ഓടിക്കാനും സംഹരിക്കാനുമാണ് ചരിത്രത്തിൽ ആദ്യമായി അസ്ത്രാഭ്യാസം പഠിച്ചിറങ്ങിയ ശ്രീരാമനെ കൊണ്ടും ലക്ഷ്മണനെ കൊണ്ടും മഹർഷിയായ വിശ്വാമിത്രൻ ആയുധം എടുപ്പിക്കേണ്ടപ്പോ എടുപ്പിക്കണമെന്ന് നമ്മുടെ പഴയ ഋഷിമാർക്കൊക്കെ അറിയാം. ആയുധം വേണ്ടപ്പോ ആയുധം കൊണ്ട്, ചിലത് എന്താ പറയാ, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. അപ്പൊ കൊള്ളണ്ടടുത്ത് കൊടുക്കണം. ഇതിനു വേണ്ടിയാണ് ആയുധം എടുപ്പിച്ചത്. എന്നിട്ടാണ് സുബാഹുവിനെ കൊന്നു, മാരീചനെ ഓടിച്ചു. അതാണ് യാഗരക്ഷ. ഇന്നിപ്പൊ എന്താ സംഭവിക്കുന്നത്? അഭിനവ മാരീചന്മാരും സുബാഹുമാരും അഭിനവ ദക്ഷന്മാരും ഒക്കെ കൂടിയിട്ട് നമ്മളുടെ പരിഭൂതമായ എല്ലാറ്റിനെയും മലീമസപ്പെടുത്തുക. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ പരസ്യം. ഇത് നാട്ടുകാരുടെ മുന്നില് ഹിന്ദുവിനെ അപമാനിക്കലല്ലേ? ഹിന്ദു സംസ്കാരത്തെയും ആചാരത്തെയും അപമാനിക്കലല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. സ്ത്രീ സങ്കല്പം, ഞാൻ പറഞ്ഞു, സന്തതി എന്ന് പറയുന്ന ദിവ്യമായ സങ്കല്പം. ലോകത്തിലെ ഏറ്റവും നല്ല സൃഷ്ടി എന്താണ്? കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന സൃഷ്ടി, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പൂർണ്ണത. ആ സൃഷ്ടി 50 ഉറുപ്പ്യക്ക് ബാൽക്കണി ടിക്കറ്റ് എടുത്ത്, സിനിമ ടിക്കറ്റ് എടുത്തിട്ടിരുന്ന് അവിടെ കാണേണ്ട സാധനമാണോ? എന്നിട്ട് പാൻപരാഗും ചവച്ച ലഹരി സാധനവും ചവച്ചിട്ട് വരുന്ന അണ്ടനും അടകോടനും ഇറങ്ങി വന്നിട്ട് ഹായ് നല്ല പേര് എന്ന് പറയിപ്പിക്കാനുള്ള ഒരു സാധനമാണോ? അതാണോ നമ്മുടെ പ്രസവം? ഒരു സൃഷ്ടിയല്ല, 2 സൃഷ്ടിയാണ്. ഒന്ന്, ജീവിതത്തിലേക്ക്, ഭൂമിയിലേക്ക് തലകുനിച്ചിറങ്ങി വരുന്ന വിനീത വിധേയനായ ഒരു കുഞ്ഞ്, വെളിച്ചം കാണുന്ന ഒരു കുഞ്ഞ്, ലോകം കാണുന്ന ഒരു കുഞ്ഞ്, ആദ്യമായി ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ പുറത്തു വരവാണ് സ്വതന്ത്ര സർവതന്ത്രേശി എന്ന് പറയുന്ന അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് പ്രസവം. അല്ലെങ്കിലോ ഒരു പെണ്ണ് അമ്മയായി മാറുന്ന പ്രക്രിയ. അവിടെ 2ാമത്തെ സൃഷ്ടി നടക്കുകയാണ്. 2 സൃഷ്ടികളാണ് ഒരേ സമയം, 2 in 1. ആ സൃഷ്ടി പരിപൂതവും പരിപാവനവുമായ ഒരു കർമ്മമാണ്. അത് നാട്ടുകാർക്ക് ടിക്കറ്റ് എടുത്ത് ഉത്സവപ്പറമ്പിൽ കാണാനുള്ള ഒരു സാധനമാണോ? അവിടെ എത്തി നമ്മുടെ സ്ത്രീ സങ്കല്പം. സതിയുണ്ട് നമുക്ക്, പാഞ്ചാലിയുണ്ട് നമുക്ക്. പാഞ്ചാലി 1ാം സ്കന്ധത്തിൽ നമ്മൾ കണ്ടില്ലേ പാഞ്ചാലിനെ? അശ്വത്ഥമാവ് തന്റെ 5 കുട്ടികളെ കൊന്നു. ഒരേ സമയം 5 കുട്ടികളെ നഷ്ടപ്പെട്ടു ദ്രൗപദിക്ക്. ഭർത്താക്കന്മാർക്ക്, പാണ്ഡവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ കുട്ടീനെ നഷ്ടപ്പെട്ടുള്ളൂ. കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന ദ്രൗപദിയുടെ മുന്നില് കെട്ടിപ്പൂട്ടി കൊണ്ടെന്ന് ഇട്ടുകൊടുത്തു അശ്വത്ഥമാവിനെ. പക്ഷേ അവരമ്പരന്ന് നിന്ന് എന്താ ഈ ചെയ്ത്? അർജുനോട് പറയണ അഴിച്ചുവിടൂ ഇദ്ദേഹത്തെ. കയറഴിച്ചു വിട്ട് എണീച്ചു നിന്ന് അശ്വത്ഥമാവിന്റെ മുന്നില് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് സാധ്വിയായ പാഞ്ചാലി. എന്താ അങ്ങ് എന്താണ് ചെയ്തത്? അർജുനോട് ചോദിക്കുക. നമ്മുടെ ഗുരുനാഥന്റെ മകൻ തന്റെ 5 മക്കളെ കൊന്നവനോടാണ് ഈ പറയണത്.
നമ്മുടെ ഗുരുനാഥന്റെ മകനാണ്, ദ്രോണാചാര്യന്റെ മകൻ. അച്ഛന്റെ ആത്മാവേ പുത്രനാമാസിയിൽ എന്ന വാക്യത്തില് അച്ഛൻ തന്നെയാണ് മകനായി പറക്കുന്നത്. അതുകൊണ്ടാണ് ഗച്ഛ താത യഥാസുഖെന്ന് സുമിത്ര മകനോട് താത എന്ന് പറയണത്. അച്ഛൻ തന്നെയാണ് മകൻ. ജനിതകപരമായിട്ട് അച്ഛനാണ് ഭർത്താവ് ഭാര്യയിൽ മകനായി പിറക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജായ, ഭർത്താവിന് തന്നിലൂടെ ജനിപ്പിക്കുന്നവളാണ് ഭാര്യ. അതാണ് ഭാരതത്തിലെ സ്ത്രീ സങ്കല്പം. ആ സങ്കല്പമാണ് പാർവതി ശിവനും കൂടി പൂർത്തീകരിച്ചത് സുബ്രഹ്മണ്യനിലൂടെ. അതാണ് പൂർത്തീകരിച്ചത്. അങ്ങനത്തെ ആചാര്യന്റെ മകൻ ആചാര്യന് തുല്യനാണ് എന്ന് പറയാണ് പാഞ്ചാലി. ഇത് പറയുന്ന പാഞ്ചാലി നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ആദർശത്തിന് വേണ്ടി വ്യക്തിപരമായ ദുഃഖങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് കാണിക്കുന്ന സാധ്യമാരാണ് നമ്മുടെ പുരാണങ്ങളിലെ ഒരുപാട് കഥാപാത്രങ്ങള്. പക്ഷെ കഷ്ടകാലത്തിന് നമ്മൾ ഇന്ന് ആ നല്ല കഥാപാത്രങ്ങളെ സൗകര്യപൂർവ്വം മറക്കുകയും ചീത്ത കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ തിന്മയുടെ പ്രതീകങ്ങളായ കഥാപാത്രങ്ങളെ മനസ്സിൽ വെച്ച് താലോലിച്ചു കൊണ്ടുവരികയും ചെയ്യാണ്. അപ്പൊ നമുക്ക് ദക്ഷനും രാവണനും വിരാധനും കബന്ധനും അല്ലെങ്കിൽ ഇതിലുള്ള ഹിരണ്യകശിപും ഒക്കെ ഉണ്ട്. കാരണം ഹിരണ്യായ നമ എന്ന് പറയാനാണ് നമുക്കിന്ന് ഇഷ്ടം, നാരായണായ നമ അല്ല ഇഷ്ടം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗവതം ഇത്രയൊന്നും പഠിച്ചാൽ പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരമായിട്ട് നമ്മൾ ഭാഗവതം ക്ലാസ്സുകൾ എടുക്കണം. കഥ പറഞ്ഞു കൊടുക്കാനല്ല, കഥയ്ക്കുള്ളിലെ കാര്യം ഗ്രഹിക്കാൻ, അനലൈസ് ചെയ്യണം. അപഗ്രഥിച്ചുകൊണ്ട് ഓരോ വാക്കിനെയും അപഗ്രഥിച്ചുകൊണ്ട് ഓരോ വാക്കിനെയും നിരുക്തത്തിലൂടെ അതിന്റെ അക്ഷരങ്ങളെയും അർത്ഥങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് ഇതൊരു കോഡാണ്, സൂത്രാണ്. ഈ സൂത്രത്തിനെ നമ്മൾ A+B² എന്ന് പറഞ്ഞാൽ പോരാ. അത് എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഡീകോഡ് ചെയ്യണം. എല്ലാം സൂത്രാണ്, സൂത്രവാക്യങ്ങളാണ്. എല്ലാ കഥകളും എല്ലാ കഥാപാത്രങ്ങളും അവയെ നമ്മൾ അനാവരണം ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ നമ്മളോട് സംവദിച്ചത്, ഏതൊക്കെ തരത്തിലാണ് സമൂഹത്തിന് നന്മ അവര് പ്രദാനം ചെയ്തത്, എവിടെയൊക്കെയാണ് അപകടങ്ങൾ അവർ സൂചിപ്പിച്ചത്, വാക്കിന്റെ അപകടം, ചിന്തയുടെ അപകടം, പ്രവൃത്തിയുടെ അപകടം. കർമ്മം ചെയ്യുന്നത് നിഷ്കാമ കർമ്മമാകണം. ഇതും മമ, ഇത് എന്റേതല്ല എന്ന് പറഞ്ഞാണ് ഹവിസുകൾ അർപ്പിക്കുന്നത്. പക്ഷെ ദക്ഷന് ഇതെല്ലാം ഞാനാണ് എന്ന തോന്നൽ വന്നു. ഇത് മമ എന്നതിന് പകരം എല്ലാം മമ അല്ലെങ്കിൽ മേ. ശ്രീരുദ്രത്തിനെ കുറിച്ച് പറയാറ് അങ്ങനെയാണ് അല്ലേ? ശ്രീരുദ്രൻ ചെല്ലുമ്പോ എല്ലാം മേ എന്ന് ശബ്ദം ഉണ്ടാവുകൊണ്ട് ആട് കരയണ ഒരു ശബ്ദം ഉണ്ട് എന്ന് ആൾക്കാർ കളിയായിട്ട് പറയും. ദക്ഷന് പറ്റിയതും അതാണ്. ശ്രീരുദ്രൻ ചെല്ലിയ ദക്ഷന് പറ്റിയത് എന്താ? എല്ലാം മേ 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 എന്ന് അവസാനിപ്പിച്ചു. ഒക്കെ എനിക്ക് മമ മേ, എനിക്ക് എനിക്ക് എനിക്ക്, ഞാൻ ഞാൻ ഞാൻ, എന്റെ എന്റെ എന്റെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഐ ഡു മെന്റാലിറ്റി, അവനവനിസം എന്നൊരു വാക്കില്ലെങ്കിൽ ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ കടന്നു, ദക്ഷൻ കടന്നു. ഇതാണ് ദക്ഷന്റെ അപകടം. ആ അപകടം നമുക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഈ കഥ നമ്മളുടെ മുന്നിൽ വെച്ചത് വ്യാസഭഗവാൻ. അല്ലാണ്ട് ഭാഗവതത്തിൽ 18,000 ശ്ലോകം കൃത്യമായിട്ട് വേണിച്ചിട്ടല്ല. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനാണ്. വളരുന്ന കുഞ്ഞുങ്ങള് അവരത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ നശിക്കും, നമ്മുടെ പെൺകുട്ടികൾ നശിക്കും. പച്ച ഇറച്ചിയുടെ വിലയായി പെൺകുട്ടികൾ മാറാതിരിക്കാൻ, പാളം തെറ്റി നടക്കുന്ന ഗോവിന്ദച്ചാമിമാരായി നമ്മുടെ ആൺകുട്ടികൾ മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ഭാഗവതം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കൃത്യമായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ കൃത്യമായി മതപാഠശാലകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിന്റെ വരാന്തയില് ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എങ്കിലും ഭാഗവതം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനാണ് എളുപ്പവഴി പറഞ്ഞത് അക്കിത്തത്തിന്റെ ഭാഗവതം. അതേ വ്യാസന്റെ അതേ ഭാഗവതം, പക്ഷെ മലയാളത്തിൽ വായിച്ചാൽ കുറച്ചും കൂടി മനസ്സിലാവും. സംസ്കൃതം പഠിക്കാത്തതിന് കുറച്ചും കൂടി താല്പര്യവും വരും. ആദ്യം സംസ്കൃതം പഠിപ്പിക്കുക കുട്ടികളെ, സംസ്കൃത ചിത്തരാവാൻ, ജാതി ചിന്തയില്ലാതെ അവൻ. ടീച്ച് ദം സാൻസ്ക്രിറ്റ്, വിവേകാനന്ദ സ്വാമി പറഞ്ഞു. അത് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ആചരണമായിട്ട് മാറും. എത്രയോ വിഷമിച്ച്, എത്രയോ ശ്രമിച്ച്, എത്രയോ അർപ്പണബോധത്തോടെ നമ്മൾ ഈ നൈമിഷാരണ്യങ്ങള് ഇവിടെ നിവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ഫലം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വെക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 10 ദിവസം നമ്മൾ ധന്യരായാൽ പോരാ, നമ്മുടെ ധന്യത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം, നമ്മുടെ സമൂഹത്തിന് കിട്ടണം. അതിലൂടെ അവർ ധന്യരാകണം. അല്ലെങ്കിൽ ഭാരതത്തിനൊരു ഭാവിയില്ല. നമ്മൾ വിചാരിക്കും സനാതന സംസ്കാരമല്ലേ, ആരും നോക്കണ്ട, നേരെ ആയിക്കോളുന്ന്. പക്ഷെ അങ്ങനെയല്ല. സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും നോവലിസ്റ്റുമായ വ്യക്തി വിവേകാനന്ദ ജയന്തിയുടെ സ്വാഗത സംഘം സമ്മേളനത്തിൽ ഒരു അനുഭവ കഥ പറഞ്ഞു. അദ്ദേഹം ഒരു വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഒരു കുട്ടി
അപ്പൊ ആ കുട്ടി ചെറിയ കുട്ടിയാണ്, 10 വയസ്സൊക്കെ ഉള്ള ഒരു ആൺകുട്ടിയാ. കുട്ടി പറഞ്ഞു, അങ്കിളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന്. എൻ്റെ അമ്മ ഒരു കോഴിമുട്ട മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഈ കോഴിമുട്ട ഉരുണ്ട് ഉരുണ്ട് താഴെ വീണു. അപ്പൊ എന്താ പറ്റിയേ? രാധാകൃഷ്ണൻ കോഴിമുട്ട പൊട്ടി. ഇല്ല അങ്കിളെ, കോഴിമുട്ട പൊട്ടിയില്ല. എന്താ കാര്യം? ഇദ്ദേഹം ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, ശാസ്ത്രജ്ഞനാണല്ലോ, അതൊന്നുമല്ല. അപ്പൊ അവസാനം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തോറ്റു, മോൻ പറ. അപ്പം കുട്ടി കാരണം പറഞ്ഞു, അതേ അതിന്റെ ഭാഗ്യം കൊണ്ട്, കോഴിമുട്ടയുടെ ഭാഗ്യം കൊണ്ട് അത് പൊട്ടിയില്ല. എന്നിട്ട് അങ്കിളെ പിന്നെയും ഈ കോഴിമുട്ട മേശപ്പുറത്ത് കൊണ്ട് വെച്ചു എൻ്റെ അമ്മ താഴത്തുനിന്ന് എടുത്തിട്ട്. അപ്പൊ അത് പിന്നെയും ഉരുണ്ട് 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 പോയിട്ട് താഴെ വീണു. അപ്പോഴും അത് പൊട്ടിയില്ല. എന്താ കാരണം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഭാഗ്യം കൊണ്ട്. അല്ല അങ്കിളെ, ഭാഗ്യം എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ് ഭാഗ്യം. അപ്പൊ പിന്നെ എന്താ മോനെ പൊട്ടാതിരിക്കാൻ കാരണം? അതേ ആദ്യം വീണ അപ്പൊ കോഴിമുട്ട ഒരു പാഠം പഠിച്ചു, വീഴുമ്പോ ശ്രദ്ധിച്ച് വീഴണം, അല്ലെങ്കിൽ പൊട്ടും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വീണു. ആ പാഠം, ആദ്യത്തെ അനുഭവ പാഠം ഉണ്ടായത് കൊണ്ട് 2ാം പ്രാവശ്യം പൊട്ടിയില്ല. അവസാനിച്ചു വിചാരിച്ചു, ഇല്ല. പിന്നെയും മുട്ടയെടുത്ത് മുകളിൽ കൊണ്ടുവച്ചു, അത് പിന്നെയും ഉരുണ്ടുപോയി വീണു. അപ്പോഴോ ചോദിച്ചു. അപ്പോ രാധാകൃഷ്ണൻ പൊട്ടിയില്ല. അല്ല അങ്കിളെ, 3ാമത്തെ പ്രാവശ്യം അത് പൊട്ടി. എന്താ കാരണം? അപ്പൊ ഭാഗ്യമില്ല, ഇതൊന്നുമല്ല. അപ്പൊ അത് കുട്ടിയോട് തന്നെ പറഞ്ഞു, എന്താ വെച്ചാ പറഞ്ഞോളൂ മോൻ, പറയൂ കാരണം. എന്ന് പറഞ്ഞു, അതേ ആദ്യത്തെ പ്രാവശ്യം ഭാഗ്യം കൊണ്ട് പൊട്ടിയില്ല, 2ാമത്തെ പ്രാവശ്യം ആദ്യത്തെ പാഠം കിട്ടിയതുകൊണ്ട് പൊട്ടിയില്ല. ഈ ഭാഗ്യവും പാഠവും കൂടെ ആയപ്പോ കോഴിമുട്ട വിചാരിച്ചു, എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് അനുഭവ പാഠമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും വരില്ല. അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യം ടേന്ന് വേണോ ടേന്ന് പൊട്ടി. ഭാരതീയ സംസ്കാരത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സനാതന സംസ്കാരമാണ് വിചാരിച്ച് നമ്മളിത് പൊട്ടില്ല വിചാരിച്ചിരിക്കും. എന്തേ പൊട്ടാതിരുന്നെന്ന് ചോദിച്ചാൽ, പാരമ്പര്യമായിട്ട് പണ്ടെന്ന് പറഞ്ഞ കുറച്ച് ഭാഗ്യം കൊണ്ട്. സനാതന സംസ്കാരം ഈശ്വരനെ ചാലിച്ചെടുത്ത ഒരു സംസ്കാരമാണല്ലോ, അത് നശിക്കില്ല കേട്ടോ, അത് വേറൊരു കാര്യം, എന്ത് തമാശ പറയണതാണ്. പക്ഷേ പിന്നീട് എന്തുണ്ടായിച്ചാൽ പല സംസ്കാരങ്ങളും, മെസപ്പൊട്ടോമിയൻ സംസ്കാരം തുടങ്ങിയ പല സംസ്കാരങ്ങളും തകർന്നു. ഈ ഓരോ സംസ്കാരം തകരുമ്പോൾ ഹൈന്ദവ സംസ്കാരം അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചു. അവിടെ എന്താ തെറ്റ് പറ്റിയെച്ചാൽ ആ തെറ്റിവിടെ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പൗരാണികന്മാരായ ആചാര്യന്മാർ ശ്രദ്ധിച്ചു. അങ്ങനെ സമൂഹത്തിനെ തിരുത്തിക്കൊണ്ടാണ് ഇതിനെ നിലനിർത്തിയത്. അപ്പൊ അനുഭവ പാഠം. പക്ഷേ ഇപ്പൊ നമ്മൾക്ക് അനുഭവ പാഠവും ഭാഗ്യവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരുന്നാല് ഇന്നത്തെ കാലസ്ഥിതിക്ക് ഇടയ്ക്ക് നമ്മുടെ സംസ്കാരം തകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സംസ്കാരം തറന്നാൽ ലോകത്തിൽ ഇനി ഗതി പിടിക്കില്ല. അതാണ് പ്രത്യേകത. ലോകത്തിന് ഗതി ഏത് തരത്തിലും, പുരോഗതിയാണെങ്കിലും മോക്ഷത്തിലേക്കുള്ള ഗതിയാണ്. ഗതി എന്ന് പറയുന്നത് കൊടുക്കാനുള്ള ഏക സാധനം നമ്മുടെ സംസ്കാരമാണ്. അതുകൊണ്ട് ഇത് തകരാതെ നോക്കണം. തകരൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് ഓർമ്മയില്ല. തിരുനാവായ മാമാങ്കം നടക്കുന്ന തിരുനാവായയിലെ നാവാമുകുന്ദന്റെ മുന്നിൽ പണ്ട് പെരുന്തച്ഛൻ ഒരു കൽവിളക്കുണ്ടാക്കി വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണെങ്കിൽ ക്ഷമിക്കുക. ഒരു കൽവിളക്കുണ്ടാക്കി വെച്ചിരുന്നു. ആ കൽവിളക്കിലെ ഒരു കെടാവിളക്ക് പണ്ട് എന്നും ഉണ്ടായിരുന്നു അത്രേ, പെരുന്തച്ഛനുണ്ടായ കാലത്ത്. പക്ഷെ ഇപ്പൊ ആ കൽവിളക്കില്ല, അതുകൊണ്ട് ആ തിരിയൊന്നുമില്ല. പക്ഷെ പെരുന്തച്ഛൻ ഉണ്ടാക്കിയ കൽവിളക്കിൽ തിരി കത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ എത്ര കാറ്റ് പിടിച്ചാലും ആ തിരി കെടില്ലായിരുന്നു. അതിന്റെ കാരണം അതിന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് പട്ടർ നടക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വലിയ കല്ല് ഒരു പ്രത്യേക രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു സ്മാരകശില. ആ കല്ല് അവിടെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നത് കൊണ്ടായിരുന്നു ആ കല്ലിൽ നിന്നൊരു പ്രത്യേക ആംഗിളിൽ നിൽക്കുന്ന ഈ തിരുനാവായിയിലെ പെരുന്തച്ഛന്റെ കൽവിളക്ക് കെടാതിരുന്നത്. കൽവിളക്ക് തകർന്നു പോയി, പക്ഷെ അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. അതിൽ നെയ്യ് നിറയ്ക്കാം, തിരിയിടാം, കത്തിക്കാം. ആ സ്മാരകശില ഇന്നും തകരാതെ നിൽക്കുന്നുണ്ട്. ആ ശില അവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു കൽവിളക്ക് കത്തിച്ചാൽ അത് കെടാതിരിക്കും. ആ കെടാവിളക്കായിട്ട് ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തണം. പ്രാചീനരുടെ അനുഗ്രഹം നമുക്കുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്, സ്ത്രീ പുരുഷ സമത്വ ചിന്തകളുണ്ട്. പക്ഷം പിടിച്ച ചിന്തകളല്ല, എല്ലാറ്റിലും സമഗ്രത, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഉദാത്തത, അതിൽ നിന്നുണ്ടാകേണ്ട സന്തതി പരമ്പരകളുടെ കഥകള്, ആ സന്തതി പരമ്പരകളിലൂടെ പ്രപഞ്ചത്തിന്റെ ലയവിന്യാസം, ഇതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ചിന്ത നമുക്കുണ്ട്. ശാസ്ത്രവും സാങ്കേതികതയും ലൗകികതയും ഭക്തിയും ഒക്കെ ചേർന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. നമ്മുടെ സ്തോത്രങ്ങളിൽ പോലും നമ്മൾ ശാസ്ത്രം കലർത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ നിലനിർത്താൻ ശ്രമിക്കുക. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എൻ്റെ അപേക്ഷയും ഇത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ മുന്നിലും നിങ്ങളുടെ മുന്നിലും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹിന്ദു ധർമ്മ കി ജയ്.